പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പോൾസൺ സ്റ്റീഫനാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോട് അതിവസാനം കേൾക്കാം. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയ പോൾസൺ പാസ്റ്റർ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് പോൾസൺ സ്റ്റീഫൻ. എൻ്റെ വൈഫ് സ്മിത പോൾസൺ. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൾ അന്ന ഇപ്പോൾ +2 പഠിക്കുന്നു. രണ്ടാമത്തെ മകള് സേറ പോൾസൺ, അവൾ 8ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ മകന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഹീസ് സ്റ്റീവ്. അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബം. ഞങ്ങളിപ്പോൾ എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ അരോമ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ഈ ചാനല് ഞാൻ പല പ്രാവശ്യം പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രസാദമായപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത് ഒരു കർത്താവിൻ്റെ ദാസിയാണ്, ലളിതാമ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസി എന്നെ പരിചയപ്പെടുത്തി. അത് മുഖാന്തരം എനിക്ക് അരോമ ടി വിയിലെ അതിന് നേതൃത്വം കൊടുക്കുന്ന, കർത്താവിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, അദ്ദേഹവും തൻ്റെ കുടുംബവും അവർ ഗുജറാത്തിലാണല്ലോ മിനിസ്റ്റർ ചെയ്യുന്നത്, അദ്ദേഹത്തെ പരിചയപ്പെടുവാനും ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാനും കർത്താവ് കൃപ തന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അരോമ ടി വിയിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാം അനേകർക്കൊരു അനുഗ്രഹമാണ് എന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ജീവിതാനുഭവം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ എന്നെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തി ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പോൾസൺ സ്റ്റീഫൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പാരൻസ് ദീർഘകാലം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു കുടുംബമാണ്. ഏതാണ്ട് 54ഓളം വർഷമായി കർത്തൃവേലയിലാണ് എൻ്റെ പിതാവും മാതാവും. ഇപ്പോഴും കർത്താവിൻ്റെ വേലയിൽ സജീവമാണ്. പപ്പയ്ക്ക് 76 വയസ്സുണ്ട്, മമ്മിക്ക് 71 വയസ്സുണ്ട്. എങ്കിലും അവർ ഇപ്പോഴും കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായ നിലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരും ഞാൻ താമസിക്കുന്നതിനടുത്ത്, കാഞ്ഞിരമറ്റത്തിനടുത്ത് അരയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ 5 മക്കളാണ് ഞങ്ങളുടെ പാരൻസിന്. ഞങ്ങളെ പൊതുവെ ചാരുത ബ്രദേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ചാരുത ബ്രദേഴ്സ്. ചിലർ ചോദിക്കാറുണ്ട്, എന്താണ് ഈ ചാരുത ബ്രദേഴ്സ്? ചാരുത എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. അത് ഞങ്ങളുടെ വീട്ടുപേരാണ്. വീട്ടിന് അങ്ങനെ പേര് വരാൻ കാരണം എൻ്റെ സഹോദരന്മാർ, ഞങ്ങളെല്ലാവരും ഒരു ചെറിയ കലാകാരാണ്. മൂത്ത ചേട്ടനും പ്രത്യേകിച്ച് രണ്ടാമത്തെ ചേട്ടൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും അറിയും, ബിനു ചാരുത. ഹീസ് എ വണ്ടർഫുൾ സിംഗർ ആൻഡ് വർഷിപ്പ് ലീഡർ. ഹീസ് എ പാസ്റ്റർ ടു. അപ്പം അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ആർട്ടിനിട്ട പേരാണ് ചാരുത എന്നുള്ളത്. അത് പിന്നെ ഞങ്ങളുടെ വീട്ടുപേരായി മാറി. ഇപ്പോൾ ചാരുത ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾ ഞങ്ങളെ അങ്ങനെ അറിയും. അതുകൊണ്ട് ഞങ്ങളും ഒക്കെ പേരിനോടൊപ്പം ചാരുത എന്നൂടെ ചേർക്കാറുണ്ട്. എൻ്റെ വീട്ടുപേരും ചാരുതയാണ്. എനിക്ക് 2 മൂത്ത സഹോദരന്മാർ. അദ്ദേഹം ബിജു, ബിനു എന്നാണ് അവരെ വീട്ടിൽ അല്ലാതെ അറിയപ്പെടുന്ന പേര്. പിന്നെ എനിക്ക് ഇളയ സഹോദരനുണ്ട്, വിനോദ് ചാരുത. ഏറ്റവും ഇളയ പെങ്ങള് ബിൻസി. അങ്ങനെ ഞങ്ങൾ 5 മക്കളാണ് ഞങ്ങളുടെ പാരൻസിന്. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ 5 പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കർത്താവിൻ്റെ വേലയിലാണ്, കർത്താവിൽ തന്നെയാണ്, ദൈവകൃപയിലാണ്. ശരിക്കും അതുതന്നെയാണ് ഞങ്ങളുടെ പാരൻസിൻ്റെ സന്തോഷവും അവരുടെ ആകെയുള്ള സമ്പത്ത്. ഞാനും എൻ്റെ മൂത്ത സഹോദരൻ പാസ്റ്റർ ബിനു ചാരുത, ഞങ്ങൾ 2 പേരും
സുവിശേഷ വേലയിലാണ്. മറ്റുള്ളവർ പല വിധത്തിൽ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. എൻ്റെ ബാല്യകാലം മുതൽ ഇങ്ങനെ ചിന്തിച്ചു വന്നാൽ സത്യത്തിൽ ഞാൻ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. കാരണം ഈ ബാല്യകാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ബാല്യകാല ചാബല്യം എന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു എനിക്ക് ഇച്ചിരി കൂടുതൽ ശതമാനം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പപ്പ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ സൗമ്യനായ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ എല്ലാവരും പറയുന്ന സൗമ്യനായ മുഖം, അതാണ് പാസ്റ്റർ വൈ സ്റ്റീഫൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ എൻ്റെ കുഞ്ഞുങ്ങളാകട്ടെ, എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞുങ്ങളാകട്ടെ, അവരെയൊക്കെ താലോലിക്കുന്ന കാണുമ്പം കുറച്ച് അസൂയ തോന്നാറുണ്ട്. ഞങ്ങളെ അങ്ങനെ എടുത്തതായിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല. കാരണം ഭയങ്കര കർക്കശക്കാരനായ ഒരു പിതാവായിരുന്നു. ഇന്നും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ കാലിൻ്റെ പുറത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു പാട് കാണും. അതെന്നാന്ന് ചോദിച്ചാൽ, പണ്ട് അടുത്ത വീട്ടിൽ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, അതിലേതോ ഒരു കാർട്ടൂൺ പുറത്തു നിന്ന് കണ്ടതുകൊണ്ട് വീട്ടിൽ വന്നു കമ്പി പഴിപ്പിച്ച് കാലേ വെച്ചതാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ ആണെങ്കിൽ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ അന്ന് കർത്താവിൻ്റെ പേരിൽ ഞങ്ങൾക്കത് പരാതിയൊന്നുമില്ലായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ അടിയുടെ പൂരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങത്ര തീഷ്ണതയോടെ വളർന്നു വന്നൊരു കുടുംബം. അപ്പം അതുകൊണ്ട് ഉണ്ടായത് എന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും തോന്നാതെ ഒരു 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 എന്താ പറയുക, ഒരു ഇഷ്ടക്കേടാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ബാല്യകാലത്ത് കൂട്ടുകാർ കൂടി അങ്ങ് ആസ്വദിച്ച് ജീവിക്കുക. പപ്പ വളരെ മാതൃകാപരമായി ജീവിച്ച ഒരു മനുഷ്യനാണ്. അന്നും ഇന്നും എന്നെ സംബന്ധിച്ച് കാണപ്പെടുന്ന, നമ്മൾ ദൈവം എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ലെങ്കിലും വളരെ മാതൃകയോടെ ജീവിക്കുന്ന ഒരു പിതാവാണ് എൻ്റെ പിതാവ്. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്കത് തിരിച്ചറിയാനൊന്നും പറ്റിയില്ല. അന്നിങ്ങനെ കൂട്ടുകാർ കൂടി ഇങ്ങനെ ജീവിക്കുക, കളി. ഏറ്റവും വലിയ ഹരം എന്ന് പറയുന്ന സിനിമയാണ്. എങ്ങനെയെങ്കിലും ഇറങ്ങുന്ന സിനിമ കാണുക. പള്ളിയിലെ പാഴ്സനേജിൽ താമസിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവസാനം ഞങ്ങളെ ചർച്ചുകാരും എഴുതി തള്ളി, വീട്ടുകാരും എഴുതി തള്ളി. എന്നാലും പപ്പയ്ക്ക് ഞങ്ങളെ അങ്ങനെ മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. പപ്പയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് ഭൂതശാന്തി ശുശ്രൂഷയാണ്. എൻ്റെ കുഞ്ഞുകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിലെ കാറിലും വണ്ടിയിലും ഒക്കെ ആയിട്ട് 3-4 പേരെയാണ് ചങ്ങലയിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ നടക്കുന്നത് അങ്ങ് തിരുവനന്തപുരത്താണ്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കാതെ ഉപവസിക്കും പപ്പ, വെള്ളം കുടിക്കാണ്ട്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവസാനം എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്, ഈ അരം കൊണ്ട് രാഗി ചങ്ങല പൊട്ടിച്ച് അവരിൽ പലരും ഇന്ന് ശുശ്രൂഷയിലാണ്. അപ്പം ഇത് കണ്ട് ആണ് ഞാൻ വളരുന്നത്. അപ്പോഴും നമുക്കിതിനോട് വലിയ പക്ഷമില്ല. അന്നും തമ്പേറ് കൊട്ടുന്നത് ഞാനാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകുന്നത് ഞങ്ങളുടെ പരിപാടിക്കാണ്. അപ്പം ഈ ബാല്യകാലം വളരെ തിന്മ നിറഞ്ഞ വഴിയിലൂടെയാണ് പോയത്. എൻ്റെ വിദ്യാഭ്യാസ കാലമെന്ന് പറയുന്നത് പല സ്കൂളുകളിലായിട്ടാണ്. ഏകദേശം എനിക്കൊരു 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ, 1.5 വയസ്സ് പ്രായമുള്ള സമയത്താണ് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, അഥവാ പാറശാല എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് വരുന്നത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, റോഡിൻ്റെ അങ്ങേ അറ്റം തമിഴ്നാടും ഇങ്ങേ അറ്റം കേരളം, അങ്ങനെയാണ്. അപ്പുറത്ത് തമിഴ്നാടും ഇപ്പുറത്ത് കേരളം, അങ്ങനെയാണ്. അപ്പം അന്ന് ഒരു ചെറിയ ഓലക്കുടിലിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പപ്പ കർത്താവ് കാണിച്ചൊരു ദർശനം കണ്ടുകൊണ്ടാണ് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. സ്വന്തമായിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ടാപ്പിംഗ് ഒക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു. പപ്പ ഒരു ടൈലറായിരുന്നു അന്ന്. അങ്ങനെ കുടുംബം നോക്കി പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ ദൈവം ഒരു ദർശനം കാണിച്ചു. ദർശനം ഇങ്ങനെയാണ്, പപ്പ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? പപ്പ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യമൊക്കെ ചെയ്തു പോവുക. അടുത്ത ചോദ്യം, നീ ഇന്ന് മരിച്ചു പോയാൽ നിന്റെ കാര്യം ആര് നോക്കും? മറുപടി ഇല്ലാണ്ടായി. നീ എൻ്റെ വേല ചെയ്യണം, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. ആ ഒരു ഉടമ്പടിയുടെ പുറത്താണ് എൻ്റെ പിതാവ് മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്. എല്ലാവരും പറയാറുള്ള പോലെ ഒരു പെട്ടിയെടുത്ത്, അതങ്ങനെ തന്നെയായിരുന്നു. ആ പെട്ടി കുറച്ച് കാലം വരെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതും കൊണ്ട് പാറശാലയ്ക്ക് പുറപ്പെട്ടു. അവിടെ വന്നിട്ടാണ് എൻ്റെ അനുജനും പെങ്ങളും ഉണ്ടായത്. ശരിക്കും ഞങ്ങളെ തിരുവനന്തപുരംകാരെന്നാണ് ആ സമയത്ത് അറിയപ്പെടുന്നത്.
വളരെ ഇരുള് മൂടിയൊരു സ്ഥലം. പപ്പയെ ചിലർ സാമി എന്നാണ് വിളിക്കുന്നത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ സമയങ്ങളായിരുന്നു. 5 മക്കളെ കൊണ്ട് അന്ന് പപ്പ മമ്മി ഞങ്ങളെ നോക്കിയത്. ചർച്ചിനകത്താണ് കിടന്നുറങ്ങിയിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയങ്ങൾ. അന്നും പ്രാർത്ഥനയും ശുശ്രൂഷയുമായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ആധാരം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഇവാൻസ് സ്കൂളിലാണ് പഠിച്ചത് 7ാം ക്ലാസ് വരെ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അതിനടുത്ത സ്ഥലത്തേക്ക്, അല്പം കൂടെ തീരദേശം, അത് പൊഴിയൂർ ഉച്ചക്കട എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. ഇന്ന് ഞാനവിടെ ധാരാളം കൺവെൻഷൻസിന് പ്രസംഗിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ടിൽ ഞാൻ കൺവെൻഷന് പ്രസംഗിക്കാൻ ദൈവം കൃപ തന്നു. അപ്പോൾ അവിടെ കുറച്ചു കാലം കർത്താവിൻ്റെ വേല ചെയ്തു. അന്ന് ഞാൻ അവിടെ എൻ്റെ വിദ്യാഭ്യാസ കാലം അവിടെ ആയിരുന്നു. ഞാൻ ഏതാണ്ട് 10ാം ക്ലാസ് കഴിയുന്ന സമയത്താണ് എൻ്റെ പിതാവിന് വളരെ മാരകമായ ഒരു രോഗമുണ്ടായി. പപ്പ മെഡിസിൻ എടുക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം തൻ്റെ പ്രാർത്ഥന കൊണ്ട് ക്യാൻസർ രോഗികൾ, മറ്റിതര രോഗികളൊക്കെ സൗഖ്യമായത് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അതിര് കടന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മെഡിസിൻ എടുക്കാതുള്ളൊരു ജീവിതശൈലിയായിരുന്നു അന്നുണ്ടായ രോഗം എന്നാന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന പപ്പയ്ക്ക് പിന്നെ എഴുന്നേൽക്കാൻ വയ്യ. 2 കൈയും 2 കാലും തളർന്ന് 3 മാസം ബെഡ്ഡനായിട്ട് കിടന്നു. അന്ന് ജാതികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ വന്ന് കാണും. സ്വാമിക്ക് എന്നാ പറ്റി, പാസ്റ്റർക്ക് എന്നാ പറ്റി, മെഡിസിൻ എടുക്കാൻ പാടില്ല, മെഡിസിൻ എടുത്ത ആൾ രക്ഷപ്പെടുമല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ പലതരത്തിൽ പപ്പ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് കാണാൻ ആഗ്രഹമുള്ള ആളുകളായിരുന്നു. പക്ഷെ അന്നും പപ്പ വളരെ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അന്ന് പപ്പ അവിടുത്തെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരുന്നു. ഈ സമയത്ത് പപ്പയുടെ കീഴിലുള്ള ധാരാളം പാസ്റ്റേഴ്സ് അവിടെ വന്ന് തമ്പടിച്ച് കടന്നു ഉപവാസവും പ്രാർത്ഥനയാണ്. പക്ഷെ ഒരു ദിവസം വെളുപ്പിനെ 3 മണി 4 മണി സമയത്ത് പപ്പ ഒരു ദർശനം കാണുകയും ആ ദർശനം കണ്ട സന്തോഷത്തിൽ ചാടി എഴുന്നേൽക്കുകയും കൈയടിച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ തളർന്നു കിടന്നയാള് ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്നതാണ് കൂട്ട പാസ്റ്റേഴ്സ് കണ്ടത്. അതാ നാട്ടിൽ വലിയൊരു അത്ഭുതമായി. സത്യത്തിൽ അതൊക്കെ എൻ്റെ വിശ്വാസ കണ്ണ് തുറന്നു. കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ഉടമ്പടിയിലേക്ക് വരാൻ കാരണം അന്ന് ഞങ്ങൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, പപ്പയ്ക്ക് നീ ആയുസ്സും ആരോഗ്യവും ബലവും കൊടുക്കുകയാണെങ്കിൽ നിന്റെ വേല ചെയ്തോളാം. അപ്പോഴും നടക്കുമെന്ന് തോന്നിയില്ല. പക്ഷേ അതൊക്കെ ഞങ്ങളെ പിടിച്ചു ഉലച്ചൊരു സംഭവമായിരുന്നു. ഇന്ന് പപ്പ വളരെ ആരോഗ്യത്തോടെ, പപ്പ ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് കൊട്ടാരക്കര, തിരുവനന്തപുരം തന്നെത്താനെ ഡ്രൈവ് ചെയ്ത് പോയി തിരിച്ചു വരും. ഇപ്പോൾ ഒരു വിദേശ ട്രിപ്പിന് വേണ്ടി ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്ന ഒരു പരിപാടി ഇപ്പോൾ അടുത്ത ആഴ്ചയിലാണ്. ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവർ ആദ്യമായിട്ട് പപ്പയും മമ്മിയും കൂടെ ഈ 70 വയസ്സ് കഴിഞ്ഞ 77ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ഇൻ ഗൾഫ് അവർ പ്ലാൻ ചെയ്യുകയാണ് നെക്സ്റ്റ് മൺഡേ. ഞാൻ പറഞ്ഞു വരുന്നത്, അതാണ് എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ക്ലാസ്സിന് പോകണം, ഫർദർ സ്റ്റഡിക്ക് പോകണം. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രസംഗ മത്സരത്തിനൊക്കെ ഫസ്റ്റ് മേടിക്കും. അപ്പം വരുന്ന പ്രവാചകന്മാരെല്ലാം തലയെ വെച്ചിട്ട് പറയും, നീ പാസ്റ്റർമാരെ പഠിപ്പിക്കും, നീ സുവിശേഷ വേലക്കുള്ളതാണ്, നീ ലോകരാജ്യങ്ങളിൽ പോകും. അപ്പം എനിക്ക് മനസ്സുകൊണ്ടറിയാം ഞാൻ ഈ ലോകരാജ്യം പോയിട്ട് പഞ്ചായത്ത് വിട്ട് വെളിയിൽ പോകുകയല്ല. കാരണം അമ്മാതിരിയാ കയ്യിലിരിപ്പ്. പക്ഷെ എൻ്റെ പിതാവിനും മാതാവിനും എന്നെക്കുറിച്ച് ഭയങ്കര സ്വപ്നമായിരുന്നു. അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പപ്പ എനിക്ക് വന്ന് ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, അവനെ തരണേ കർത്താവെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, ആർക്കും കീഴ്പ്പെടുന്നൊരു സ്വഭാവമായിരുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നത് എന്നെ ചൊവ്വാകാനാണോ എന്നറിയത്തില്ല, പപ്പ ബൈബിൾ സ്കൂളിലേക്ക് വിട്ടു. നീ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ബൈബിൾ സ്കൂളിൽ വിട്ടു. അത് ഇപ്പം ഞാൻ താമസിക്കുന്ന കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇത് സംഭവിക്കുന്നത് 1994 അത് ഇന്നേക്ക് 30 വർഷം മുമ്പ് ഞാനിവിടെ കാഞ്ഞിരമറ്റത്ത് വരികയാണ്. അന്നൊരു ചെറിയൊരു വീട്ടിലായിരുന്നു ബൈബിൾ സ്കൂൾ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്
ഈ കലൈപുരം മത്തായിച്ചൻ എന്ന് പറയുന്ന അവരുടെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്, അതിലാണ്. ഇപ്പം എൻ്റെ പിതാവ് അതിലെ ഒരു സീനിയർ പാസ്റ്ററാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ പി ജോർജ് ഫിലിപ്പ് എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ്. ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തെ ഓർക്കുന്നു. എന്നെ ദൈവജനം പഠിപ്പിച്ച അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അതുപോലെ ആദരണീയനായ പാസ്റ്റർ ജോൺസൺ ജോർജ്, ഹീസ് ഫ്രം കാനഡ, അദ്ദേഹവും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് പാസ്റ്ററും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും പാസ്റ്റർ പി വി ഗിരിജൻ. ഞാൻ ഇത്രയും പേര് പറഞ്ഞില്ലെങ്കിൽ അവരോട് കാണിക്കുന്നതിന് നന്ദികേടാണ്, കാരണം അവരൊക്കെ എന്നെ മിനിസ്ട്രിയിൽ വളർത്തിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാഞ്ഞിരമറ്റം എന്ന സ്ഥലത്ത് വന്നു. ഒരു വീട് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ബൈബിൾ സ്കൂളിൽ. പക്ഷെ അവിടുത്തെ 2 വർഷത്തെ പഠനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അന്നത്തെ ഞങ്ങളുടെ രാത്രിയിലെ സന്ധ്യാപ്രാർത്ഥനയിലാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ കൺവെൻഷന് പ്രസംഗിച്ചു. അതൊരു പ്രസംഗികൻ വരാതിരുന്നപ്പോൾ പകരം എൻ്റെ പിതാവ് എന്നെ കയറ്റിയതാണ്. സത്യത്തിൽ അന്ന് എൻ്റെ കരിയർ തുടങ്ങുമായിരുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ ദൈവജനം പഠിച്ചു. അന്നത്തെ ഗ്രാജുവേഷൻ സ്പീക്കർ ഞാനായിരുന്നു. അത് കൊച്ചിയിൽ വെച്ചാണ് അതിന് ഗ്രാജുവേഷൻ നടന്നത്. ഇതിലെ രസകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ 10th കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അടുത്ത് വേറൊന്നും പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഈ നേരെ ഗ്രാജുവേഷൻ കഴിയുന്നു. ശനിയാഴ്ചയായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. സൺഡേയിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുന്നു. അന്ന് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവജനം പഠിച്ചു, ഗ്രാജുവേഷനായി, തുടർന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ചിലരൊക്കെ യോഗം കഴിഞ്ഞ് വന്നതിനോട് ചോദിച്ചു, എവിടെയായി പോകാൻ പോകുന്നത്? അപ്പോൾ പണ്ട് മുതലുള്ള എൻ്റെ സ്വപ്നമായിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പ്രസംഗിക്കണം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയൊക്കെ സംസാരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കണം. അപ്പം അന്നത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജ്. അപ്പം ഗ്രേസ് ബൈബിൾ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടില്ല, അവിടത്തേക്ക് ലെറ്റർ അയച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു പോയിരുന്നു. അപ്പം ഞാൻ ആളുകൾ ചോദിക്കുമ്പോൾ ഞാനങ്ങ് വെറുതെ പറയും, ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയാണ് എന്ന് ഞാനിങ്ങനെ പറയും. അപ്പോഴാണ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഇനി ഗ്രേസ് ബൈബിൾ കോളേജാണോ പോകുന്നത് ബ്രദർ, ഇനി അങ്ങോട്ടാണോ പോകുന്നത്? ഞാൻ പറഞ്ഞത്, അഡ്മിഷനൊക്കെ എടുത്തോ? അഡ്മിഷൻ എടുത്തില്ല, അത് ശരിയാവും. നമ്മുടെ വീട്ടിനടുത്തുനിന്ന് ഒരാൾ പോകുന്നുണ്ട്, ഒരു പാസ്റ്റർ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാരാ? അപ്പോൾ ആളുടെ പേര് പറഞ്ഞു, ഒരു ജോയി KB. അദ്ദേഹം ഇന്ന് ന്യൂ ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ അഡ്മിഷൻ എടുത്തോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഡ്മിഷൻ എടുത്തു, എനിക്ക് കോളിംഗ് ലെറ്റർ വന്നു, ഞാൻ ബുധനാഴ്ച പോവുകയാണ്. അപ്പോൾ ഇത് സംസാരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കും കൂടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു ലെറ്ററും അയച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ബ്രദറെ, വാ, എനിക്ക് കൂട്ടിനാരും, പുള്ളിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, അപ്പം എനിക്ക് കൂട്ടിനാരുമില്ല, പാസ്റ്ററും കൂടെ വരാൻ പറഞ്ഞു. അടുത്ത പ്രശ്നം, അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. എൻ്റെ പിതാവിന് അന്ന് എന്നെ വിടാനുള്ള പൈസയില്ല. അന്ന് എനിക്ക് ഒന്ന് 210 രൂപയുള്ളൂ ഡൽഹിയിൽ പോകാനായിട്ട്. ഏതായാലും അന്നത്തെ ആരാധന കഴിഞ്ഞപ്പം 1-2 പേര് നോർത്ത് ഇന്ത്യ പോവല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് ചെറിയ ചെറിയ ഓഫറിംഗ് ഒക്കെ തന്നു. അതെല്ലാം കൂടെ സെറ്റാക്കി. ഞങ്ങളുടെ ജോർജ് ഫിലിപ്പ് സാർ എനിക്കൊരു കോട്ട് തന്നു. ജോർജ് സാറിൻ്റെ ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലുള്ള, കാനഡയിലുള്ള ആനി ആൻറ്റിയാണ് എനിക്ക് അന്നൊരു 500 റുപ്പീസ് തന്നിട്ട് പറഞ്ഞു, പേഴ്സൺ ഇത് ട്രാവലിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര തുക. ഇന്നത്തെ 50,000 വില വരും അതിന്, ആ 500 റുപ്പീസിന്. എനിക്ക് ഡൽഹി പോകാനുള്ള പൈസ, പോയി വരാനുള്ള പൈസ അതിനകത്തുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു രേഖകളും ഇല്ലാതെ ഡൽഹിയിൽ, ഹരിയാനയിൽ ഗ്രേസ് ബൈബിൾ കോളേജിലെത്തി. അവിടെ വന്നപ്പോഴാണ് 28 ഭാഷക്കാർ, 600-ലധികം സ്റ്റുഡൻസ്. 3 ദിവസം കൊണ്ടാണ് ഇൻ്റർവ്യൂ കഴിയുന്നത്. 1-ാം ദിവസം തന്നെ എൻ്റെ കൂടെ വന്നവന് അഡ്മിഷൻ കിട്ടി. അവൻ്റെ റൂമിൽ പോയി. എൻ്റെ പേര് വിളിച്ചില്ല, പേര് വിളിക്കാൻ ഒന്നും കൊടുത്തിട്ടില്ല. വന്ന ആളുകൾ മലയാളീസ് എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്ക്. അവസാനം അവിടുത്തെ ഓണർ, അതിൻ്റെ പോൾപിള്ളയുടെ മിസ്സസ് അവിടെ വന്നു. ഞാൻ മാഡത്തിനിടയ്ക്ക് ചെന്ന് പറഞ്ഞു, മാഡം ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്, എനിക്ക് അഡ്മിഷൻ തരാൻ പറ്റുമോ? അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തരില്ല, ഇവിടെ ഇനി കൊടുക്കാൻ സീറ്റില്ല, വേണേൽ ഹിന്ദി മീഡിയം പഠിക്കുക. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന മുതലേ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു ഹിന്ദി. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനല്ല, ഇപ്പം എനിക്കിഷ്ടമാണ്. എനിക്ക് അത് സംസാരിക്കണമെന്ന് അത് അറിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഫുള്ള് നോർത്ത് ഇന്ത്യയിലായിരുന്നു. എനിക്കിഷ്ടമുള്ള, ഇപ്പം പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അറിയത്തില്ല.
അന്ന് എനിക്ക് ഹിന്ദി മീഡിയം ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കാരണം സ്കൂളിൽ വെച്ച് വെറുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവർ തീർത്ത് പറഞ്ഞു ഇവിടെ പറ്റില്ല, വേണമെങ്കിൽ ഹിന്ദി മീഡിയം തരാം, എന്തായാലും ഇവിടെ നിൽക്കേണ്ട പൊക്കോളാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, 10, 16, 17 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഞാൻ ഒറ്റയ്ക്ക് നാടും എല്ലാം വിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ നാട് വിട്ട് വരുന്നത്. ഞാൻ അവിടുത്തെ ഒരു മുള്ളുമരത്തിൻ്റെ കീഴെ ഇരുന്ന് വാവിട്ട് കരഞ്ഞു, വാവിട്ട്. കാരണം ഈ സമയത്തൊക്കെ ഞാൻ നല്ല ആത്മീക തീഷ്ണതയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെക്കാളും തീഷ്ണത അന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് എല്ലാം ചെയ്തു തരൂ എന്നുള്ള വിശ്വാസം. അന്ന് എനിക്കൊരു കുറിവാക്യമുണ്ട്, ഞാനത് അവസാനം പറഞ്ഞോളാം. അതായത് ആമീൻ, അല്ലെങ്കിൽ ഇപ്പം തന്നെ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും കഴിയും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തനത്ത് മീ. അത് എൻ്റെ ഒരു എന്താ പറയുക, എന്നോട് ദൈവം സംസാരിച്ചൊരു വാക്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ വാക്യമൊന്നും ഓർത്തില്ല, ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ മുമ്പിൽ ഇനി ഒരു വഴിയില്ല, ഞാൻ ഇനി ഒറ്റയ്ക്ക് നാട്ടിൽ പോകേണ്ടി വരും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ പുറത്തിങ്ങനെ തട്ടി. ഞാൻ ഇന്നും ആ പേര് മറക്കില്ല. അരിവഴകൻ എന്നാണ് അയാളുടെ പേര്, അരിവഴകൻ. ഒരു തമിഴ്നാട്ടുകാരൻ, അവിടുത്തെ 3rd ഇയർ സ്റ്റുഡൻറ്റ്. ഇന്നത്തെ IPCയുടെ പ്രസ്ഥാനത്തിൻ്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ അദ്ദേഹമൊക്കെ എൻ്റെ സീനിയറാണ്. ആ ബാച്ചിലുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം വന്നു തട്ടി, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാനിപ്പം മലയാളത്തിൽ പറഞ്ഞു, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, ഞാനൊന്നും അയക്കാതെ വന്നത്. അപ്പം ഞാൻ എൻ്റെ വാഗൊണ്ട് അറിയാതെ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. പുള്ളി വെച്ച്, ജ്യേഷ്ഠൻ ആരാ? ഞാൻ പറഞ്ഞു, ഒരു ജേക്കബ് ഡാനിയൽ, ഹീസ് മൈ കസിൻ. ജേക്കബ് ഡാനിയൽ സാറാ? അവർ വന്ന് എന്നോട് ടീച്ചർ. അപ്പോൾ അദ്ദേഹം ഗ്രേസ് ബൈബിൾ കോളേജിൽ അധ്യാപകനായിരുന്നു. ഇപ്പോഴവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പളിൻ്റെയും എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ട്സാണ് അവർ. പുള്ളി പറഞ്ഞു, അയ്യോ അവരുടെ ഒരു തങ്കച്ചി ഓഫീസിലുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ ഒരാളുള്ള കാര്യം. അപ്പോൾ അവരുടെ റിലേറ്റീവാണ്. ഞാൻ പറഞ്ഞു, ആരാ? ഒരു കാരൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? പിന്നെന്താ. അദ്ദേഹം നേരെ ഓഫീസിൽ കയറി. ആ ഓഫീസിലുണ്ടായിരുന്നു അന്ന് ഞാനമ്മ എന്ന് പറയുന്നൊരു ആൻറ്റിയാണ്. പുള്ളിക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ റിലേറ്റീവ് വെളിയിൽ വന്ന് കരയാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വെളിയിറങ്ങി. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അറിയാവോ? എൻ്റെ പേര് പോൾസൺ എന്നാണ്, ബിനോയ് എന്ന് വീട്ടിൽ വിളിക്കും. എൻ്റെ പപ്പ സ്റ്റീഫൻ പാസ്റ്റർ, കുരിക്കാട്ട് വീട്. പപ്പയെ വീട്ടിൽ കുഞ്ഞുമോനെ വിളിക്കുന്നു. കുഞ്ഞുമോനച്ചാൻ്റെ ആരാ? ഞാൻ പറഞ്ഞു, മോനാ. എന്നെ പെട്ടെന്ന് കെട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ടാ, നിന്നെ ഉടനെ തന്നെ പേര് വിളിക്കും. കാരണം ഈ പുള്ളിക്കാരിയാണ് എല്ലാവർക്കും കോളിംഗ് ലെറ്റർ അയക്കുന്നത്. പെട്ടെന്ന് അടുത്ത കോളിംഗ് ലെറ്റർ എടുത്ത് എൻ്റെ പേരെഴുതി അതിനകത്ത് വെച്ചു. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു, വരുന്നത് എൻ്റെ ഒരു കസിനാ, ഒന്നും ചോദിച്ചേക്കല്ലേ. ആകപ്പാടെ എന്നോട് ഇന്റർവ്യൂ ചോദിച്ചത് വാട്ട് ഈസ് യുവർ നെയിം. അത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞ മൈ നെയിം ഈസ് പോൾസൺ. ദാറ്റ് ഈസ് ഓൾ മൈ ഇന്റർവ്യൂ. അങ്ങനെ ഞാൻ ആ കോളേജിൽ പ്രവേശിച്ചു. നോക്കണം, ഇതിൻ്റെയൊക്കെ അത്ഭുത വഴി നമുക്കിതറിയില്ല. അതിനകത്ത് കയറി ദൈവകൃപയാൽ എനിക്ക് അവിടുത്തെ മ്യൂസിക്കിൽ എനിക്ക് ഒരു പ്രവേശനം കിട്ടി. ഞാൻ അവിടെ ഡ്രമ്മൊക്കെ വായിക്കുമായിരുന്നു കോളേജിൽ. ഞാൻ ബേസിക്കലി ഞാനൊരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഈ പെർക്കഷൻ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഞാനൊരു തബലിസ്റ്റായിട്ടാണ് എൻ്റെ മ്യൂസിക് യാത്ര തുടങ്ങിയത്. സ്കൂൾ തലത്തിലൊക്കെ ഞാൻ സമ്മാനം വാങ്ങുകയും എല്ലാവരും പറഞ്ഞ പോലൊക്കെ പത്രത്തിൽ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ യുവജനോത്സവത്തിന് ഒരുപാട് സ്റ്റേജുകളിൽ വായിച്ചിട്ടുണ്ട്. ഞാനൊരു ഡ്രമ്മറാണ്. ഡ്രമ്മറായിട്ട് അന്ന് ഇന്നത്തെ ഇലക്ട്രിക് ഡ്രമ്മൊന്നും ഇല്ലാതിരുന്ന മാനുവൽ ഡ്രമ്മിൻ്റെ കാലത്ത് ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് കീബോർഡും ഗിറ്റാറും ഒക്കെ ഞങ്ങളുടെ വർഷിപ്പിനെല്ലാം ഞാൻ വായിക്കും. അപ്പം അങ്ങനെ കലയോട് എനിക്ക് വലിയ താല്പര്യമുണ്ട്. മാത്രമല്ല ധാരാളം പാട്ടുകൾ എഴുതാൻ ദൈവം എനിക്ക് അവസരം തന്നു. കഴിഞ്ഞ വർഷമാണ് ഒരു ഇംഗ്ലീഷ് സോങ് പ്രസിദ്ധമായത്. പിന്നെ അത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളാണ് ജസ്ലിൻ സുനിൽ, അത് പാടി ധാരാളം വ്യൂവേഴ്സ് അത് കേട്ടു. പ്രസിദ്ധമായ ധാരാളം ഗാനങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെ എൻ്റെ ബൈബിൾ സ്കൂൾ പഠനം അവിടെ ആരംഭിച്ചു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ വചനം ഞാൻ അഭ്യസിച്ചു. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസം പഠിച്ചു കഴിഞ്ഞ് ഞാൻ നാട്ടിൽ, അന്ന് പപ്പ തേവര എന്ന് പറയുന്ന സ്ഥലത്ത് എറണാകുളത്ത് കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അതൊരു
ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഒരു കോളേജായിരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ. അവിടെ അതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന റവറൻ ജ്ഞാനദാസ് ദാനം, അദ്ദേഹമായിട്ട് നല്ലൊരു ബന്ധം കർത്താവ് നൽകി തരികയും, ആ കോളേജിലും ഞാനായിരുന്നു ഗ്രാജുവേഷൻ സ്പീക്കർ. അത് കഴിഞ്ഞ് ഞാൻ ലീവിന്, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീണ്ടും ബാംഗ്ലൂരിൽ വരാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു സാറിനെ അസിസ്റ്റ് ചെയ്ത അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിനോട് ബന്ധപ്പെട്ടായിരിക്കാനാണ് ഇരുന്നത്. പക്ഷേ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതും ഒരു ശനിയാഴ്ചയാണ് ഞാൻ എത്തുന്നത്. അന്നൊരു മാസയോഗം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു, പോൾസൺ, നാളെ എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പാസ്റ്റർ ട്രാൻസ്ഫറായി വന്നിട്ടില്ല. അതൊരു മെയ് മാസമായിരുന്നു, വന്നിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് അവിടെ പോയി ഒരു സഭായോഗം നടത്തണം എന്നോട് പറഞ്ഞു. നമുക്കറിയാം, ഈ ബൈബിൾ സ്കൂളൊക്കെ പഠിച്ചു നിൽക്കുന്ന സമയത്ത് സഭായോഗം നടത്താനൊക്കെ നമുക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ത്രില്ലാണ്. കാരണം ആദ്യമായിട്ട് നമ്മൾ നടത്തുന്ന സഭായോഗം, നമ്മളുടെ പ്രസംഗം, ആശീർവാദം പറയുന്നത്, ഇതൊക്കെ നമുക്ക് വലിയ പാസ്റ്റർമാർ ചെയ്യുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആവേശം. ഞാൻ പറഞ്ഞു, പോകാം സാറേ. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാംഗ്ലൂരൊക്കെ മറന്നു. ഒരാഴ്ച പോയി പ്രസംഗിച്ചു, യോഗം നടത്തി, നാട്ടിൽ വന്നു. സാറ് പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, അവർക്കൊക്കെ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ചയും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് പോകാമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് അതിലും വലിയ ഹരമായി. ഇനി ഞാൻ ചുരുക്കത്തിൽ പറയാലോ, 4 വർഷം ആ സഭയുടെ പാസ്റ്ററായിട്ടിരുന്നു. അന്ന് ഞാൻ വിവാഹിതനൊന്നുമല്ല. പക്ഷെ ആ 4 വർഷത്തെ എൻ്റെ സഭാപരിപാലന കാലഘട്ടം എന്നെ ദൈവം ഉടച്ചു വാർത്ത സമയമായിരുന്നു. വിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ചു, ഉപവാസത്തിൻ്റെ ശക്തി എന്താണെന്ന് പഠിപ്പിച്ചു, പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് പഠിപ്പിച്ചു, സുവിശേഷീകരണത്തിൻ്റെ ശക്തി എന്താണെന്ന് പഠിപ്പിച്ചു, ആളുകളോട് എങ്ങനെ സമീപിക്കണം, ചെറുപ്പക്കാരെ എങ്ങനെ കർത്താവിന് വേണ്ടി നേടണം. ഒരുപാട് പാഠങ്ങൾ. ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അടിയേറ്റിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആ ചെറുപ്രായത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ യൗവന രക്തം എൻ്റെ കർത്താവിന് കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. എൻ്റെ ബാല്യകാലത്തെ സമയം ഒഴിച്ചാൽ 16 വയസ്സിന് ശേഷം ഇന്നെനിക്ക് 46 വയസ്സുണ്ട്. ഈ സമയം വരെ എൻ്റെ കർത്താവിനെ പരമാർത്ഥമായി സേവിപ്പാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പോലുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്, അതൊഴിച്ചാൽ. അപ്പം എനിക്ക് അറിയാം, എനിക്ക് ഷുഗറും പ്രഷറും ഒന്നുമില്ലാത്ത നല്ല യൗവനം എൻ്റെ കർത്താവിന് കൊടുക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ചാർജ് എടുക്കുന്നത് ഒരു എന്താ പറയുക, എരമല്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ പോകുന്ന വഴിക്കാണ്. ഒരു കാത്തലിക് പോപ്പുലേറ്റഡ് ഏരിയ ആണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷേ വളരെയധികം മദ്യപാനവും കഞ്ചാവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പറ്റ യൗവന തലമുറകൾ. അവിടെയാണ് ചാർജ് എടുത്ത് ഞാൻ ചെല്ലുന്നത്. പലരുടെയും തലമുറകൾ പ്രാർത്ഥനയ്ക്ക് വരില്ലായിരുന്നു, വളരെ കുറച്ച് ആളുകൾ. പക്ഷെ അന്ന് എൻ്റെ ആ ചെറുപ്പകാലത്തെ ആവേശം എന്നെ മുന്നോട്ട് നയിച്ചു. അന്നൊരു ഓല മേഞ്ഞ ഒരു ഷെഡ്, സൈഡൊക്കെ പലക അടിച്ചൊരു ഷെഡ്, അതായിരുന്നു ഞങ്ങളുടെ ആരാധന ഹാള്. ഇന്ന് അവിടെ മനോഹരമായ ഒരു ആലയം ഉയർന്നു, ധാരാളം ആളുകളോടെ ആരാധിക്കുന്നു. അന്ന് എനിക്ക് കിട്ടിയ സമ്പത്ത് ഒരു 18ഓളം ചെറുപ്പക്കാർ, 20 വയസ്സിനകത്തുള്ള ചെറുപ്പക്കാരെ കർത്താവ് എനിക്ക് നേടാൻ കൃപ തന്നു. ഞങ്ങളന്ന് സൈക്കിളിലെ വാക്യ ബോർഡൊക്കെ എഴുതി വെച്ച് പരസ്യയോഗങ്ങൾക്ക് പോകുമായിരുന്നു. എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോവുകയും, അങ്ങനെ ഒരു വലിയ റിവൈവലിൻ്റെ, ഇന്ന് അവരൊക്കെ സഭയുടെ ഭാഗമായ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നവരെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അതിൻ്റെ വീട്ടിൽ വന്നു, പാസ്റ്റർ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, പാസ്റ്റർ ഒരു പ്രാവശ്യം കൂടെ അവിടെ വന്നിരിക്കണം, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ പഴയ കാലത്ത്. ഞാൻ പറഞ്ഞു, മോനെ, ആ പഴയ കാലം ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷെ അതൊരു സുവർണകാലമായിരുന്നു. ആ സമയത്ത് എനിക്ക് മാരകമായ 2 അപകടങ്ങളുണ്ടായി. അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടാത്ത അപകടങ്ങളായിരുന്നു. പക്ഷെ ദൈവം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമായതുകൊണ്ട് ദൈവം എന്നെ അവിടെ സൂക്ഷിച്ചു. ഒന്ന്, ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യുന്ന സമയം, ആദ്യമായിട്ട് ഉപവസിക്കുന്ന സമയം. ഒരു ദിവസം ഒരു 13-ാം തീയതി ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു ആചാരബാഹുവായൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു,
നീ ഉപവാസം പൂർത്തീകരിക്കത്തില്ല. നീ ഉപവാസം പൂർത്തീകരിക്കുന്നതിനിപ്പുറം നിന്റെ കൈയും കാലും ഓടിക്കും. ഇങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് അയാള് എൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ബെഡിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ബെഡിങ്ങനെ പൊങ്ങുക. അപ്പം അന്ന് ഞാൻ ഈ കാഞ്ഞിരമറ്റത്ത് നിന്ന് ഈ സ്ഥലത്ത് ആണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു സഹോദരൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ വീടും സ്ഥലവുമായിട്ട് ഒരു 10-40 കിലോമീറ്റർ ദൂരമുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്ന ഭവനവും അല്ലെങ്കിൽ അന്ന് താമസിച്ചിരുന്ന ഭവനവും ഇതുമായിട്ട്. അപ്പം ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. പെട്ടെന്നൊരു ഒരു ഭയമൊക്കെ എനിക്കുണ്ടായി. കാരണം ഒരാൾ വന്നിങ്ങനെ പറഞ്ഞു. സ്വപ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പെട്ടെന്ന് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇതൊരു വെറും സ്വപ്നമല്ലല്ലോ കർത്താവേ. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ സ്വപ്നം കാണുമ്പോൾ ചിലത് കാണുമ്പോൾ നമ്മളത് മറന്നു പോവുക. പക്ഷേ ഇത് എനിക്കൊരു സ്വപ്നമാണേലും പണ്ട് യോസഫ് കണ്ടതുപോലെ യോസഫ് കണ്ട സ്വപ്നത്തിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് ഖാലേം എന്നാണ്. ഖാലേം എന്ന് പറഞ്ഞാൽ ദി ഡ്രീം വിത്ത് പ്രോഫറ്റിക് മീനിങ് എന്നാണ്. അപ്പം ഏതാണ്ട് അങ്ങനെ ഒരു സ്വപ്നം പോലെ ഇത് നടക്കാൻ പോകുന്ന എന്തൊരു കാര്യമാണ്. അതൊരു ശനിയാഴ്ച വെളുപ്പിനെയാണ്. ഞാനന്ന് ശനിയാഴ്ച പകൽ നമുക്കൊരു വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്നിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. അതുകൊണ്ട് നിങ്ങളത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് 21 ഡേയ്സ് പൂർണ്ണമായിട്ട് ഉപവസിക്കുന്നത്. ഇന്ന് 13ാം ദിവസമാണ്. അപ്പോൾ ദൈവമക്കൾ അത് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം സൺഡേ. അപ്പോൾ ഈ സൺഡേ വൈകിട്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് ഇല്ല. അപ്പോൾ സൺഡേ ആയപ്പോൾ എൻ്റെ ബ്രദറെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ബിനു ചാരുത, നമുക്ക് തിരിച്ചുച്ചക്കിഞ്ഞ് പോരാ. അമ്മ പറഞ്ഞു വൈകിട്ടിഞ്ഞ് പോരാൻ പറഞ്ഞു. ഞാൻ നോക്കി വരി കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ട്, എന്നാൽ പോയേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് ഞങ്ങൾ അന്നൊരു സ്കൂട്ടറിലാണ് ഞങ്ങൾ പോകുന്നത്, ഒരു ബൈക്ക്. ഞങ്ങൾ ഇവിടുന്ന് പോയി ഈ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്കൊരു പക്ഷേ അറിയാം, എറണാകുളം അറിയാവുന്നവർക്ക്. തൃപ്പൂണിത്തറ ശിവക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു യു ടേൺ പോലത്തെ ഒരു വളവാണ്. ഞങ്ങൾ ഇച്ചിരി നല്ല സ്പീഡിലായിരുന്നു. ഉച്ച സമയം, ഒരു 2:30-3 മണി സമയം. പെട്ടെന്ന് ആ റോഡിലെ ആ ഓയിലിൻ്റെ പുറത്തൂടെ വണ്ടി കയറി ഇറങ്ങി സ്കിഡായി. ഞാൻ 2 പ്രാവശ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മറിഞ്ഞ് റോഡിൻ്റെ നടുക്ക് ഒരാളെടുത്ത് നിർത്തിയിരിക്കുന്ന പോലെ നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ സ്കൂട്ടർ അപകടം ഉണ്ടാകുമ്പോൾ പുറകെ ഇരിക്കുന്ന ആളെ തെറിച്ച് എവിടെയെങ്കിലും ചെന്ന് വീഴുന്നത്. റോഡിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. എനിക്കൊരു നിമിഷം ഇതറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്. എന്നെ ആരോ എടുത്ത് നിർത്തുന്ന പോലെ. ചേട്ടൻ ആ വണ്ടിയായിട്ട് നേരെ കൊണ്ട് അമ്പലത്തിൻ്റെ മതിലെ കൊണ്ടിടിച്ചു. ആ ഓടയിൽ വീണു. അദ്ദേഹത്തിന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഹെൽമെറ്റ്. ഇന്നാണ് ഹെൽമെറ്റ് രണ്ടുപേരും, അന്ന് അതിൻ്റെ ഇല്ലല്ലോ. ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് പൊട്ടി, കൈയും കാലും ഒക്കെ പൊട്ടി. ശരിക്കും അവിടുത്തെ സ്നേഹമുള്ള പൂജാരികൾ അവരിറങ്ങി വന്ന് അതേ വേഷത്തിൽ വന്നാണ് ആളിനെയൊക്കെ പൊക്കിയത്. പെട്ടെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതവൻ നോക്കിയതാ, പക്ഷെ വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞു, കേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാൻ ഇന്നലെ വെളുപ്പിനെ ഇങ്ങനൊരു സംഭവം കണ്ടു. ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇനി വണ്ടി എടുക്കണ്ട, നമുക്ക് ബസ്സിന് പോയി. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനാ ഓടിക്കാൻ പോണേ. പിന്നെ അവിടെ നിന്ന് വണ്ടി അതൊക്കെ ശരിയാക്കി ഞാനാണ് പിന്നെ ഓടിച്ചത്. ചേട്ടനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഒന്നുകൊണ്ട് കാണിച്ച് ഡ്രസ്സ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ വക വഴക്കാണ്. എടാ ഉപവാസം ഇരിക്കുന്നവനെ കൊണ്ടാണ് വണ്ടി ഓടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് എൻ്റെ ഡ്രസ്സൊക്കെയാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, ഒന്നും പറ്റിയില്ല, ആരോ എടുത്ത് നിർത്തുന്ന പോലെ അങ്ങനെ വന്നു. ഞങ്ങളന്ന് രാത്രി പ്രാർത്ഥിച്ചു, ഇനി തിരിച്ചെനിക്ക് വരണം, പ്രാർത്ഥനാ സ്ഥലത്ത് വരണം മൺഡേ. പിറ്റേ ദിവസം ബസ്സിനാണ് വരുന്നത്. ഞാൻ കാഞ്ഞിരമറ്റത്ത് നിന്ന് വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണം. അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ആലപ്പുഴ ബസ്സിൽ കയറി വേണം വരാൻ. അന്ന് വരുമ്പോൾ ഞാൻ വന്ന ബസ് അരൂരെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആക്സിഡൻ്റായി. നിങ്ങൾ നോക്കണം, പക്ഷെ അവിടെയൊക്കെ ഉണ്ടല്ലോ ഒരു പോറല് പോലും ഏൽക്കാണ്ട്. പക്ഷെ പിന്നെ അകത്ത് ഭയമാണോ പക്ഷെ ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കരത്തിൽ വെച്ചിരിക്കുകയാണ്. ആമേൻ. Nobody can touch you. Nobody can snatch you from my hand.
ഞാനതിൽ ഉറച്ചു. അപ്പം അന്നും എൻ്റെ ചെറിയൊരു ഗിറ്റാറുണ്ട്, ഇപ്പോഴും ഇവിടെ ഗിറ്റാർ ഇരിപ്പുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടും. ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് വളരെ പ്രസിദ്ധമായ പാട്ടിന് ജന്മമുണ്ടാകുന്നത്. ഇത്ര നൽ രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ എന്തു ഞാൻ നൽകിയിടും തുല്യമായി ഏഴയെ നിൻ മുൻപിൽ യാഗമായി. അതിലൊരു വരി നിങ്ങൾ ശ്രദ്ധിക്കണം. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പീഡകളെല്ലാം എൻ ജീവിതേ വന്നതാം വേളയിൽ ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ. I have seen the angelic protection. പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ കണ്ണിൽപ്പെട്ടവരാണെങ്കിൽ നമ്മളെ അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. ഞാൻ ഒരിക്കൽ ഈ പാട്ട് ഞാൻ തന്നെ എഴുതിയെന്ന് അവകാശപ്പെടാറില്ല. എന്നാ കാര്യം എന്നറിയോ? There were many people. ഒത്തിരി വെട്ടും തിരുത്തും എൻ്റെ ആ പേപ്പർ ഇന്നും ഇരിപ്പുണ്ട്. ഇന്നും ഞാൻ ആ പേപ്പർ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ പേപ്പറിൻ്റെ കട്ടിങ് ഞാൻ ഈ ചാനലിൽ കൂടെ കൊടുക്കും. കാരണം ഇതിനൊത്തിരി അവകാശികൾ പല രാജ്യങ്ങളിൽ എഴുന്നേറ്റു. എനിക്കൊത്തിരി മ്യൂസീഷ്യൻസ് ഉണ്ട്. അമേരിക്കയിൽ നിന്ന് ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത സുഹൃത്താ, പോൾസാ എടാ ഇത്ര നല്ല രക്ഷക നീ അല്ലേ എഴുതിയത്, എന്താ പറ്റി? അല്ല ഇവിടെ ഒരു പാർട്ടി എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എഴുതിയെന്ന് അവകാശപ്പെടാറില്ല. എന്ന് പറഞ്ഞാൽ അതൊരു ടീം വർക്കാണ്. അതിന് മുഖാന്തരമായത് ശരിക്കും പറഞ്ഞാൽ എരമല്ലൂരിലുള്ള ഒരു ഷൈനി എന്ന് പറയുന്ന ഒരു സിസ്റ്ററുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ചർച്ച് മെമ്പറാണ്, ന്യൂ ഇന്ത്യയിലെ ചർച്ചിലെ മെമ്പറാണ്. പിന്നെ ഒരു സേവ്യർ അങ്കിള്, ഒരു അജി ബ്രദർ, ഒരു സജി എന്ന് വെച്ചാൽ ബിനീഷ്, ഞങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ട്. അപ്പം നമ്മൾ എന്നാൽ പിന്നെ അടുത്ത ലൈൻ ഇങ്ങനെ ആക്കിയാലോ, അടുത്ത ലൈൻ ഇങ്ങനെ, അങ്ങനെ വെട്ടും തിരുത്തും. മ്യൂസിക് ഫുള്ള് ഞാൻ തന്നെയാണ് കൊടുത്തത് അതിൻ്റെ. പിന്നെ ഇത് ഞങ്ങൾ പാടി ശരിക്കും പറഞ്ഞ കൺവെൻഷനുകളിൽ പാടി. ഇതെങ്ങനോ എനിക്കറിയില്ല, ഇന്ന് ലോകത്തെ മലയാളികൾ മൊത്തം പാടുന്നു. മനോരമ മ്യൂസിക്സിൽ ഈ പാട്ടുണ്ട്, എൻ്റെ പേര് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. മനോരമ മ്യൂസിക്സിലെ പാട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ധാരാളം ഞങ്ങളെ ഹോലി ബീറ്റ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ജോസ് ജോർജ് അച്ചാൻ്റെ, അതിലാണ് ആദ്യം എൻ്റെ ബ്രദറാണ് ആ പാട്ട്, ബിനു ചാരുതയാണ് ആദ്യം ആ പാട്ട് പാടിയേക്കുന്നത്. അത് കഴിഞ്ഞാണ് സുജാത മാം ആ പാട്ട് പാടിയത്. ഏതാണ്ട് 19 പാട്ടുകൾ എനിക്ക് എഴുതാൻ കർത്താവ് കൃപ തന്നു. മറ്റൊരു പാട്ടാണ് കർത്തൻ വന്നിടും മേഘമതിൽ നമ്മെ ചേർത്തിടും തന്നരികിൽ. കെസ്ട്രച്ചാനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ വളരെ പ്രസിദ്ധയായ ടിന, UK ടിന അവസാനമായി പാടിയ പാട്ട് പിന്നെ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ എൻ്റെ ചർച്ചിലെ ഉള്ള ജെയ്സൺ സി സോളമൻ, നിങ്ങൾക്കറിയാം, വേൾഡ് അറിയുന്ന ഒരു സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ മകൾ മനോഹരമായൊരു പാട്ട്, ആരാധിക്കുന്നു ഞാൻ എന്ന് പറയുന്ന മനോഹരമായൊരു പാട്ട് പാടി. ഇങ്ങനെ പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ കർത്താവ് എനിക്ക് തന്നു. പിന്നെ എനിക്ക് കിഡ്സ് മിനിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് VBS വേണ്ടി 20ഓളം പാട്ടുകൾ ഞാൻ എഴുതി. ഇപ്പോഴും പല പാട്ടുകളും പലർക്കും അറിയില്ല ആരെഴുതി എന്നുള്ളത്. ഞാനങ്ങനെ പറയാനും താല്പര്യപ്പെടുന്നില്ല ഇന്ന പാട്ടുകളാണെന്ന്. പക്ഷേ 20ഓളം പാട്ടുകൾ എഴുതി. അത് പല സോങ് ഷീറ്റുകളിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ സഭാ ശുശ്രൂഷയിൽ മുന്നേറാൻ കൃപ. ആ ഒരു 4 വർഷത്തെ എൻ്റെ ശുശ്രൂഷ ജീവിതം എന്നെ വളരെ നന്നായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞാനതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും എൻ്റെ സഭാ സെക്രട്ടറി സേവ്യർ അങ്കിള്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ലിസി ഹോസ്പിറ്റലിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എറണാകുളം ഷിപ്പ്യാർഡിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കൊണ്ടുപോയ എൻ്റെ ബൈക്ക്, അന്നും ഇതുപോലെ ഫാസ്റ്റിംഗ് ആണ്, പൂർണ്ണ ഉപവാസമാണ്. ഉപവാസത്തിൻ്റെ 6ാം ദിവസം വൈകിട്ട് ഒരു 4 മണി സമയത്താണ്. നല്ല തിരക്കുള്ള റോഡാണ് ഈ പത്മ റോഡെന്ന് പറയുന്നത്. അപ്പോൾ
ആ സമയത്ത് നമുക്ക് രണ്ട് സൈഡിൽ കൂടെ വാഹനം പോകാം. ഈ സൈഡിലും കൂടെ പോകാം, അപ്പുറത്തെ സൈഡിലൂടെ. അത് വൺ വേ ആണ്. ആ വൺ വേ പോകേണ്ട വാഹനം ആ മീഡിയൻ ഇടിച്ചിട്ട് തെറിച്ച് വന്ന് ഇപ്പുറത്തെ റോഡിൽ വന്ന് എൻ്റെ ബൈക്കിനിട്ട് ഇടിച്ചു. മൂവിയിലൊക്കെ കാണുന്ന പോലെ. ഞാൻ അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ജിപ്സി വാനായിരുന്നു. ഞാനിങ്ങനെ നോക്കി, മനോഹരമാണല്ലോ, കുറെ പിള്ളേർ ആടിപ്പാടി. പക്ഷെ വന്ന് കയറിയ നമ്മുടെ വണ്ടിയിലിട്ടാ. നേർക്ക് നേരടിയായിരുന്നു. നമ്മൾ വചനത്തിൽ പറയുന്നില്ലേ, കപ്പലിനല്ലാതെ ഒരൊറ്റ വ്യക്തികൾക്ക് ഹാനി വരിക എന്ന് പറഞ്ഞ പോലെ എൻ്റെ വണ്ടി അന്ന് ഒരു പുതിയ ബൈക്കായിരുന്നു. എടുത്തിട്ട് 1 മാസം പോലും ആയില്ല, അതിൻ്റെ ഫ്രണ്ടൊക്കെ പോയി. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഇവര് തന്നെ തന്നു. കാരണം ഈ ഇടിച്ചവന്മാർക്ക് ലൈസൻസും ഇല്ല, ഒന്നുമില്ല. അന്ന് ആ പൈസ കിട്ടിയോണ്ട് എൻ്റെ ഉപവാസ പ്രാർത്ഥന നന്നായിട്ട് നടത്താൻ പറ്റി. ദൈവദാസന്മാരെയൊക്കെ വിടാൻ പറ്റി. എനിക്ക് തോന്നുന്നു അന്ന് വണ്ടി ഇടിപ്പിച്ചത് ഉപവാസ പ്രാർത്ഥന വിജയിക്കാൻ വേണ്ടിയാണെന്ന്. ഇനിയും ഉണ്ടായിട്ടുണ്ട് അപകടം. പോട്ടെ, ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ പ്രിയമുള്ളവരെ? കർത്താവ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാണ്. അത് കഴിഞ്ഞ് അടുത്ത പല സഭകളിൽ മാറി 2006 ഞാൻ ഇപ്പൊ താമസിക്കുന്ന കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. അപ്പോഴും ഞാൻ വിവാഹിതനല്ല. എനിക്ക് 10-28 വയസ്സ് പ്രായം അപ്പോഴും ഉണ്ട്. വിവാഹം കഴിക്കാൻ അപ്പോഴൊന്നും തോന്നിയില്ല. അങ്ങനെ മിനിസ്ട്രി ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു. പക്ഷേ കാരണം ചേട്ടൻ വിവാഹിതനായിരുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞിട്ട് കഴിക്കാം, ഓർഡറിൽ പോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും സഭയുടെ ശുശ്രൂഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കൺവെൻഷനെ പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ്. കോട്ടയത്ത് ഗന്നസരത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവരുടെ ജനറൽ കൺവെൻഷനെ പ്രസംഗിക്കാൻ പോവുകയാണ്. ശരിക്കും ആ പ്രസംഗ വേദിയിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ NK കൊച്ചുമോൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു പെൺകുട്ടിയുണ്ട്, നമുക്ക് ഒരാളെ ആരെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അത് നിനക്കുള്ള കുട്ടിയാണ്. പക്ഷെ ഞാൻ ആളെ ഒന്നും കണ്ടില്ല. അത് നിനക്കുള്ള കുട്ടിയാണ്. പക്ഷേ ഞാനൊന്നും പാസ്റ്ററോട് പറഞ്ഞില്ല. യോഗമെല്ലാം കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആ പറഞ്ഞ കേസ് ഒന്ന് ഓർക്കണം, ആരെങ്കിലും ഉണ്ടെ പറയണം, ഒരല്പം അർജൻറ്റാണെന്ന് പറഞ്ഞു. ഞാൻ എന്തു പറ്റി? അതെ, അത് വീട്ടിലെ ചില പ്രശ്നങ്ങളാണ്. കുട്ടിയെ 100% ഗ്യാരണ്ടി, പക്ഷെ അപ്പനെ ഒരു ഗ്യാരണ്ടി ഇല്ല. അമ്മ ഒരു സാധു സ്ത്രീയാണ്, ഒരു മോളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കുട്ടിയെ കാണാൻ വല്ല മാർഗമുണ്ടോ? മാർഗം ഇനി കാണാൻ മാർഗം ഉടനെയൊന്നുമില്ല. അവര് വന്നിട്ടുണ്ടായിരുന്നു, പോയി. പക്ഷെ കുട്ടിയെ ഗ്യാരണ്ടിയാ, പാസ്റ്റർക്ക് ഇഷ്ടപ്പെടും, എന്തായാലും പാസ്റ്ററേക്കാളും സുന്ദരിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ അല്ല, ഒന്ന് കണ്ടിരുന്നാൽ നമുക്കറിയാലോ. ഞാൻ വീട്ടിലെത്തി തിരിച്ചു വന്നു. എൻ്റെ മനസ്സിൽ ഈ ചിന്ത പോണില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാനായ കുഴപ്പമുണ്ടോ? അപ്പം എന്നോട് പറഞ്ഞു, എന്നെ സാറേ എന്നാണ് വിളിക്കുന്നത്, ഞാൻ ഒരു മിഷനിൽ വർക്ക് ചെയ്യും. സാറേ അത് വേണ്ട സാറേ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അതല്ല, അത് ശരിയാവത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് കുട്ടിയെ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലുടനെ ഇനി കാണാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനൊരു ക്രമീകരണം ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ആ കുട്ടിയെ ഞാൻ കിട്ടിയ കുഴപ്പമുണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, വേണ്ട സാറേ, അത് വേണ്ട, കാരണം നമുക്ക് പറ്റിയ ഒരു ടീമല്ല. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, കുട്ടിയെ 100% ഗ്യാരണ്ടി, പക്ഷെ അപ്പനൊരു ഭയങ്കര മദ്യപാനിയാണ്. പിന്നെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. ഞാൻ പറഞ്ഞ പശ്ചാത്തലമൊന്നും എനിക്ക് പ്രശ്നമല്ല പാസ്റ്ററെ, മദ്യപാനവും എനിക്ക് പ്രശ്നമല്ല, നമ്മളെ കുട്ടിയെ കെട്ടിഞ്ഞ് കൊണ്ടുപോലുമില്ല. പക്ഷെ എന്നോട് കർത്താവ് അങ്ങനെ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർക്ക് അങ്ങനെ കൺവിഷൻ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും കല്യാണം ആലോചിച്ചു. സ്മിതയുടെ ഫാദറിൻ്റെ പേര്, എൻ്റെ വൈഫിൻ്റെ പേര് സ്മിത എന്നാണ്, വിശ്വംഭരൻ എന്നാണ്. അദ്ദേഹം ഒരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ്. ഒരു മോളാണ്. അവരുടെ വീട്ടിൽ സ്മിതയുടെ അച്ഛൻ, അമ്മ, ഒരു ഗ്രാൻഡ് മദറും ഉണ്ട് കൂടെ. അവരുടെ ചേട്ടനാനിയന്മാരെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് എല്ലാവരും. പക്ഷെ ഇതാണ് സംഭവം, എല്ലാവരും മദ്യപാനത്തിന് അടിമയാണ്.
തനിക്കുള്ള ബന്ധങ്ങളെല്ലാം അങ്ങനത്തെ ബന്ധങ്ങളാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യനെ പോലെ വൃത്തികെട്ടൊരു മനുഷ്യൻ വേറെ ഇല്ല. എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഉപദ്രവമാണ്. രാത്രിയാകുമ്പോൾ ഇറക്കി അങ്ങ് വിടുകയാണ്. അവർ മിക്കവാറും കപ്പത്തോട്ടത്തിലോ വല്ല കിണറിൻ്റെ വക്കിലോ ഒക്കെയാണ് ഇത് നേരെ വെളുപ്പിക്കുന്നത്. സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പിന്നെ വാടക വീട്ടിലോട്ട് മാറി കുടിച്ചെല്ലാം തീർത്തു. പല പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി മോളെയും കൊണ്ട് അമ്മ പോയി റെയിൽവേ ട്രാക്കിലും. അപ്പോഴൊക്കെ ആരെങ്കിലും മുമ്പിൽ വന്ന് എതിർപ്പെടും, തിരിച്ചു കയറ്റിവിടും. ഇതാണ് നടക്കുന്നത്. അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ വൈഫ് കോളേജിൽ വെച്ച് മറ്റൊരു പാസ്റ്ററുടെ, രാജു എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്, പാസ്റ്ററുടെ ഒരു മകള് ഷെയർ ചെയ്തൊക്കെയാണ് ചർച്ചിൽ വരാൻ തുടങ്ങിയത്. കോളേജിൽ പോകുന്ന പോലെ ചർച്ചിലോട്ട് വരുന്നത്. വീട്ടിൽ അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ അറിഞ്ഞപ്പോ പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് വീട് വരെ എൻ്റെ വൈഫിനെ തല്ലി, പരസ്യമായി റോഡിൽ കൂടെ. അങ്ങനെ വന്നൊരു കുട്ടിയാണ്. ഇതൊക്കെ പിന്നെ അറിയണ സത്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഈ പാസ്റ്റർക്ക് അറിയാം. അവസാനം പാസ്റ്റർ അവളോട് സംസാരിച്ചു. ഇങ്ങനെ ഒരു പാസ്റ്ററുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപകനൊക്കെയാണ്. അവൾ എന്നെ കാണാതെ തന്നെ സമ്മതിച്ചു. കാരണം വേറൊന്നുമല്ല, പാസ്റ്റർമാരാകുമ്പോൾ അടിയും വഴക്കും ഉണ്ടാക്കില്ല, മദ്യപിക്കത്തില്ല, സമാധാനോട് ഉറങ്ങാമല്ലോ, രാത്രി കപ്പത്തോട്ടി പോണ്ടല്ലോ, അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഏതായാലും ഞങ്ങൾ പരസ്പരം കണ്ടു, സംസാരിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, മിനിസ്ട്രിക്ക് വരാൻ താല്പര്യമുണ്ടോ? കർത്താവ് നമ്മുടെ കാര്യമെല്ലാം നോക്കും. വിശ്വാസത്തോടെ യാത്ര തിരിക്കാൻ തയ്യാറാണോ? ഈ രണ്ട് കാര്യങ്ങളെ. കാരണം പപ്പ പഠിപ്പിച്ചൊരു കാര്യം അതാണ്, വിശ്വാസത്തോടെ ജീവിക്കുക, ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാതെ ജീവിക്കുക, ഉള്ളത് കൊണ്ട് ജീവിക്കുക. ഞാനത് ചോദിച്ചു, സമ്മതമാണെന്ന് പറഞ്ഞു. അവസാനം അച്ഛനെ കണ്ടു. അച്ഛൻ കല്യാണം ഞങ്ങൾ വന്ന് കണ്ടതിന് ശേഷവും വീട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. എൻ്റെ മോളെ ഞാൻ ഇങ്ങനെ പോകുന്നവൻ്റെ കൂടെ വിടത്തില്ല, ബൈബിള് പല പ്രാവശ്യം കത്തിച്ചു, ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ആലോചന വന്നതിന് ശേഷം കല്യാണ സമയം അടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ. നമുക്കറിയാമല്ലോ, ഈ സ്ത്രീധനം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. എനിക്ക് പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട. അപ്പോൾ വിചാരിക്കും നമ്മുടെ ഒന്നുമില്ല. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ ഒരു ചെറിയൊരു തുക നിങ്ങൾക്ക് കല്യാണമൊക്കെ നടത്താൻ തരാം. നമ്മളൊന്നും ചോദിച്ചില്ല. പക്ഷേ എൻ്റെ തലയാഴ്ചയിൽ വൈഫ് വിളിച്ചു പറയുന്നു, അച്ഛാ ഇവിടുന്ന് പൈസയൊന്നും തരില്ല, അവർ ആ പൈസയും കൂടെ വേറെ മറിച്ച് വേറെ വഴി കൂടെ പോവുകയാണ്, അതുകൊണ്ട് ഈ പരിപാടി ഉപേക്ഷിച്ചേക്ക്, അച്ഛൻ എന്നെ ചിന്തിക്കണ്ട, ഇത് ശരിയാവില്ല, അച്ഛൻ സമാധാനമായിട്ട് ജീവിക്കുക. ഈ സമയത്ത് എൻ്റെ അമ്മ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ബ്രെയിനിന് ചെറിയൊരു പ്രശ്നമുണ്ടായി, അഡ്മിറ്റാണ്. എൻ്റെ കയ്യിലിരുന്ന കുറച്ച് പൈസ തീർന്നു. ഞാൻ എൻ്റെ ഒരു ഡെഡ് മണി എന്ന് വെച്ചാൽ ഒരു പൈസ ഇല്ലാത്ത മനുഷ്യനാണ്. അടുത്ത ആഴ്ച കല്യാണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സാധാരണക്കാരൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആരെങ്കിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരും, അതുകൊണ്ടൊക്കെ കല്യാണത്തിൻ്റെ ബില്ലൊക്കെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താ രീതി ഉണ്ടല്ലോ. പക്ഷെ ഇത് പെണ്ണിൻ്റെ കല്യാണം അല്ലല്ലോ, ആണിൻ്റെ കല്യാണം. അപ്പൊ ആണിൻ്റെ കല്യാണം പ്രത്യേകിച്ച് ഒരു മോളെ കെട്ടിക്കുന്ന കല്യാണം. അപ്പൊ ആൾക്കാർ ഒരു പൊതുവെ പറയും, ഒറ്റ കൊമ്പത്താ പിടിച്ചേക്കണേ. ഏതായാലും ആർക്കും നമ്മൾ തിരുത്താനൊന്നും പോവില്ല. ഇതൊന്നും ആർക്കും അറിയാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷെ എനിക്കറിയില്ല, ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ പറയാം, എനിക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭാര്യയെ കർത്താവ് തന്നു. ഞാൻ അവളെ ഒത്തിരി സ്നേഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ തന്നു. എൻ്റെ ലോകം അതാണ് ശരിക്കും. ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, സ്മിത ഡോണ്ട് വറി, നീ പേടിക്കൊന്നും വേണ്ട, പൈസയൊന്നും കുഴപ്പമില്ല, അത് മാനേജ് ചെയ്തോളാം, പക്ഷെ കാര്യങ്ങളെല്ലാം പോട്ടെ. അപ്പോൾ അവളൊരു ദിവസം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ, സാരി ഇന്ന കളറാണ്, കോട്ട് ഇന്ന കളറാണ്, ഇന്ന കളറാണ്, അച്ഛൻ എങ്ങനെയാ?
ഞാൻ പറഞ്ഞു എടുത്തില്ല, എടുക്കും, ഉടനെ എടുക്കും. എവിടാ, നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പം അന്ന് ഞാൻ ഈ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോകുമായിരുന്നു പലർക്കും. അപ്പം ഫോറിനേഴ്സിനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ടു മലയാളം, അപ്പോൾ എനിക്ക് ടൈ തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ടൈ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ടൈ ഒക്കെ കെട്ടി അങ്ങോട്ട് പോകാം. അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റേ അതൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ ഇവിടെ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് അടിപൊളി കോട്ട് കിട്ടും, റെൻറ്റിന് കിട്ടും, അതിട്ട് കല്യാണം നടത്താം. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഞാൻ ഈ വിശ്വാസം പ്രസംഗിക്കുന്ന ആളാണ്, എനിക്ക് കോട്ടില്ലേ ഇല്ലെന്നേ ഉള്ളൂ, ആരും പിടിച്ചിറക്കുകയല്ലോ, വാടകയ്ക്ക് കോട്ടിട്ടിട്ട് പോകാൻ്റെ ഗതികേടൊന്നുമില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എൻ്റെ കല്യാണം 2006 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയിലാണ് നടക്കുന്നത്. എന്നാൽ അതിൻ്റെ 18-ാം ദിവസം രാവിലെ ഒരു 9:30 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എന്നെ വിളിക്കുന്ന ആളിൻ്റെ പേര് ഞാനിവിടെ പരസ്യമായിട്ട് പറയുക, എറണാകുളത്ത് പെട്ര ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്, അതിൻ്റെ സീനിയർ പാസ്റ്റർ റോബർട്ട് നറോണ, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ. പക്ഷെ അന്ന് വലിയ പരിചയമായിട്ടില്ല. അദ്ദേഹം എനിക്കുള്ള പരിചയം, ഞങ്ങളുടെ ഒരു മിഷൻ്റെ ക്ലാസ് പഠിപ്പിക്കാൻ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ ഇദ്ദേഹം പഠിക്കാനുണ്ടായിരുന്നു. ശരിക്കും അധ്യാപകനും വിദ്യാർത്ഥി എന്നുള്ളൊരു ബന്ധമാണ് അന്ന്. പക്ഷെ അദ്ദേഹം എന്നേക്കാൾ ഉയർന്ന സീനിയർ മോസ്റ്റ് ആളാണ്. അപ്പോൾ അത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊരു പ്രത്യേക സ്നേഹം. 2006 അവരൊരു ബൈബിൾ സ്കൂൾ ഓപ്പൺ ആക്കുകയാണ്. എന്നെ അതിനകത്തൊരു അധ്യാപകനുമാക്കി. ഇന്നലെ ഞാൻ പോയി അവിടെ ക്ലാസ് എടുത്തതേ ഉള്ളൂ. അപ്പൊ ആ ഒരു വർഷത്തെ പരിചയമാണ് ശരിക്കും. അദ്ദേഹം രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പോൾസൺ പാസ്റ്റർ എവിടെയാ? ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്. കല്യാണമൊക്കെ ഏതുവരെയായി? ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ പാസ്റ്റർ, തിങ്കളാഴ്ചയാണ് കല്യാണം. ഓക്കെ, രാവിലെ ഒന്ന് വൈറ്റില വരെ വരണം. എന്നാ സംഭവം? ഇല്ല, വരണം. അപ്പം അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഞാൻ രാവിലെ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഇവർ അന്ന് പാസ്റ്റർക്ക് ഒരു ഓമിനി വാനാണ്. പാസ്റ്റർ ആൻറ്റിയും ഉണ്ട് വണ്ടിയിൽ. ഞാനവിടെ വഴി നിൽക്കുന്നു. പാസ്റ്റർ എന്നെ പിടിച്ചതിനകത്ത് കയറ്റുന്നു. ഇല്ല, ഗുണ്ടകളെ പിടിച്ചിട്ടുകൊണ്ട് പോകണ പോലെ എന്നെ അതിനകത്ത് കയറ്റി നേരെ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നത് വൈറ്റ്ലയിലുള്ള റെയ്മണ്ടിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നലെ രാത്രി ഞങ്ങളുടെ ഭവന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പാസ്റ്റർ പോൾസന് ഡ്രസ്സ് എടുത്തു കൊടുക്കണം, കല്യാണത്തിനുള്ള ഷർട്ട് സ്യൂട്ട് എടുത്തു കൊടുക്കണം. ഞാനിതിപ്പോൾ ലൈവ് പറയുകയാണ്, റോയ് പാസ് അടക്കം ഇത് കേൾക്കും, ലിങ്ക് ഞാൻ കൊടുക്കും. അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇത്. കാര്യം തൻ്റെ ഭാര്യ ബിൽസിയോട് പറഞ്ഞു. ബിൽസി ആൻറ്റിയും പറഞ്ഞു, അച്ഛാ, എനിക്കും എന്നോടും അങ്ങനെ കർത്താവ് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് കല്യാണത്തിന് തലേദിവസം പോയി ഡ്രസ്സ് എടുക്കുന്നത്? ഒരാഴ്ചക്ക് മുമ്പ് ആഘോഷമായി പോകുന്ന ചടങ്ങാണ് ഓർക്കണം. എൻ്റെ കാര്യത്തിൽ നടന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, പാസ്റ്റർ ഡ്രസ്സ് എടുത്തില്ലല്ലോ അല്ലേ? ഞാൻ വണ്ടിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, റോയിച്ച, എനിക്കിനി മേടിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ തോളെ തട്ടിയിട്ട് എന്നെ കൊണ്ടുപോയി. നമുക്കൊരാൾ മേടിച്ചു തരാന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു മാന്യത കാണിക്കണം. ഞാൻ ഏറ്റവും കുറഞ്ഞതൊക്കെ തപ്പുവാണ്. 2000 രൂപയുടെ 1500 രൂപയുടെ അതൊന്നും കാണാനില്ല അവിടെ. അപ്പോഴത്തേക്ക് ആൻറ്റി ഒരു സ്യൂട്ട് എടുത്തുകൊണ്ട് വന്നു. നല്ല വിലയുള്ള സ്യൂട്ടാണ്. എനിക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇത് പാസ്റ്റർക്ക് ചേരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഷർട്ട്, എൻ്റെ ഏറ്റവും വില കൂടിയ ഷർട്ട് ഞാൻ അന്നേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സ് അടക്കം ഫുൾ സെറ്റ് നല്ല വില കൊടുത്ത് അന്ന് എനിക്കവർ വാങ്ങി തന്നു. ഞാൻ നിങ്ങളുടെ സത്യം പറഞ്ഞാൽ ആ കോട്ടാണ് ഇപ്പോഴും എനിക്കുള്ളത്. ഞാനിപ്പോൾ ബൈബിൾ സ്കൂളിൽ എല്ലാ വർഷം ഗ്രാജുവേഷൻ, അവരുടെ ബൈബിൾ സ്കൂളിൽ ഗ്രാജുവേഷനോ പിള്ളേർ എപ്പോഴും പറയും, സാറേ ഇനി ആ കോട്ട ഇട്ടുകൊണ്ട് വന്നാൽ. കാരണം എൻ്റെ ട്രേഡ് മാർക്കാണ് ആ കോട്ട്. കാരണം ഞാൻ 2004
ഈ 2006 ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ, 2004 മുതലാണെന്ന് തോന്നുന്നു, ഈ ബൈബിൾ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. കല്യാണം കഴിയുന്ന 2006 മുതൽ ഇപ്പൊ വരെ ഉള്ള എല്ലാ ഗ്രാജുവേഷനും ഞാൻ ഈ സൂട്ട് ഇട്ടുകൊണ്ട് പോണേ, അല്ലെങ്കിൽ ഈ കോട്ട് ഇട്ടുകൊണ്ട് പോണേ. പിള്ളേർ പറയും, സാറ് ഈ കോട്ടൊക്കെ മാറ്റി, സമയമായി. പക്ഷെ എനിക്കത് കളയാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അദ്ദേഹം മേടിച്ചു തന്നു. ഇപ്പോഴത്തെ പ്രശ്നം, എനിക്ക് ഷൂ ഇല്ല. കാരണം ഈ ഞാൻ ചിന്തിച്ച രീതിയിൽ ഷർട്ടും പാൻറ്റും ആണെങ്കിൽ എൻ്റെ പഴയ ഷൂ മതി. പക്ഷെ ഇത് പുതിയ ഡ്രസ്സാണ്, ഇതിനെ പറ്റിയ ഷൂ വേണം. അന്ന് അത് മേടിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അന്നത്തെ ലൈഫിൽ നടന്ന കാര്യമാണ്. മൊത്തം സാക്ഷികളാണ് വീട്ടില്. അന്ന് പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച എന്നെ ആലപ്പുഴയിലുള്ള പാസ്റ്റർ ജോഷി, ഒരുപക്ഷെ നിങ്ങളെല്ലാം അറിയും, പ്രൈസ് ജനറേഷൻ ചർച്ച്, പാസ്റ്റർ ജോഷി എന്നെ രാവിലെ വിളിക്കുകയാണ്. പോൾസൺ പാസ്റ്ററെ, ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ വന്നൊന്ന് പ്രസംഗിക്കണം. ഞങ്ങളുടെ 21 days ഫാസ്റ്റിംഗ് നടക്കുകയാണ്. ഇന്ന് 20ാം ദിവസമാണ്. ഇന്ന് എത്തേണ്ട ദൈവദാസന് ഇന്നെത്താൻ പറ്റാത്ത സാഹചര്യമാണ്. പാസ്റ്റർ മേബറീസോ ആരാണെന്ന് വരേണ്ടത്, അത് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഈ സാറ്റർഡേയിൽ ഒന്ന് വന്ന്, അഥവാ അന്നേ ദിവസം വൈകിട്ടൊന്ന് വരാമോ? ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു താല്പര്യം. കല്യാണ സമയമായതുകൊണ്ട് ഒരു ഡേറ്റും ആർക്കും കൊടുത്തിരുന്നില്ല. എനിക്കാണ് അന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ, അന്നും കൂടെ പോയാൽ ഒരു സ്വത്രാഴ്ച കിട്ടും. അന്നത്തെ ആ ചിന്തയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് കയറി ആലപ്പുഴയിലെ ഈ പ്രൈസ് ചാപ്പലിലെ സഭയിൽ ചെന്നു. അന്ന് കർത്താവിനെ പ്രസംഗിച്ചു. സാറ്റർഡേ പാസ്റ്ററുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന് ഞാൻ പാസ്റ്റർക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തു. നിങ്ങൾ നോക്കണം, ഇത് സാറ്റർഡേ ആണ് നടക്കുന്നത്, ഞായർ തിങ്കളാഴ്ച കല്യാണം. തിങ്കളാഴ്ചത്തെ കല്യാണത്തിന് വേണ്ടി ശനിയാഴ്ച രാത്രി കാർഡ് കൊടുക്കുക പാസ്റ്റർക്ക്. എന്നെ ഇപ്പം കണ്ടാലും പുള്ളി തോളെ തട്ടുകയും എടാ പോടാന്നാണ് എന്നെ വിളിക്കുന്നത് ശരിക്കും. അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നീ കൊള്ളാമല്ലോ, അപ്പം ഞാൻ നിന്നെ മീറ്റിങ്ങിനെ വിളിച്ചില്ലായിരുന്നു, നീ എന്നെ കല്യാണം വിളിക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ കല്യാണത്തിന് വരും. കാരണം ഇദ്ദേഹം 21 days പൂർണ്ണ ഉപവാസ പാസ്റ്റർ, നാളെ കഴിയുള്ളൂ ഉപവാസം. അയാൾ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച വരും, കല്യാണത്തിന് വരും. എൻ്റെ കല്യാണത്തിന് 2-3 പേര് ഗ്രീറ്റിങ്സ് പറഞ്ഞതിൽ ഒരാൾ ഈ ജോഷി പാസ്റ്റർ ആയിരുന്നു. അതുപോലെ പാസ്റ്റർ റോയിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഈ കാർഡ് കൊടുത്തു, എനിക്കൊരു ഓഫറിംഗ് ഒക്കെ തന്നു, യാത്ര പറഞ്ഞു. ഇല്ലടോ ഞാൻ വരാം തന്നെ കൊണ്ടുവിടാൻ. ഇദ്ദേഹം എന്നെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി. ബസ് സ്റ്റാൻഡിൽ ഇറക്കി, ഞാൻ ഇറങ്ങി, ഇദ്ദേഹവും ഇപ്പുറത്തൂടെ ഇറങ്ങി വന്നിട്ട് എക്സ്ട്രാ ഒരു കവർ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പദമാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഇതെൻ്റെ വക ഷൂ മേടിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനകത്ത് ആ മനസ്സിലായെന്നത്? നമ്മൾ പറയാറില്ല, നമ്മുടെ ചിലർ ചോദിക്കില്ല, നൂലെ കെട്ടിത്തരുമോ കർത്താവ്? പ്രിയമുള്ളവരെ, നൂല് പോലും വേണ്ട എൻ്റെ കർത്താവിന് അറിയാം നമ്മുടെ ആവശ്യം. നമ്മുടെ നൊമ്പരങ്ങൾ വായിച്ചെടുക്കും, നമ്മുടെ കണ്ണുനീരിന്റെ ചെറിയ നനവ് വായിച്ചെടുക്കും. എന്നോട് പറയാ, ഇതെന്റെ വക ഷൂ മേടിക്കണം. ആര് പറഞ്ഞു ഇദ്ദേഹത്തോട് എനിക്ക് ഷൂ ഇല്ലെന്ന്? ഞാൻ അന്ന് ഷൂ ഇട്ടുണ്ടോ പോയത്? എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, എന്നെ ഉറപ്പിച്ച കാര്യങ്ങളാണ്. എന്നെ ഇന്നും വേലയിൽ പിടിച്ചു നിർത്തിയേക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ. എനിക്ക് കർത്താവ് ചെയ്തു തരുന്നത് ആരോടും പറയണ്ട. സ്തോത്രം. അങ്ങനെ എൻ്റെ കല്യാണം അനുഗ്രഹമായിട്ട് നടന്നു. പക്ഷേ അത് കഴിഞ്ഞാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ആരും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും കോടതി കയറിയിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാം കയറാൻ അവസരമുണ്ടായി. എൻ്റെ ഫാദറിലോ അതിന് അവസരം ഉണ്ടാക്കി. ഞാനതിൽ എൻ്റെ വൈഫിനെ ഞാൻ അഭിനന്ദിക്കും. അവളുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചേനെ. കോടതി, പോലീസ് സ്റ്റേഷൻ.
എന്ന് വേണ്ട മനസമാധാനം അറിയാത്ത നാളുകൾ. മൊബൈലിൽ ഒരു കോളിന്റെ ശബ്ദം കേട്ട അകത്തുനിന്നൊരു തരിപ്പാണ്. അപ്പൊ എവിടാ കിടക്കുന്നത്, ഏതോടയിലാണ് കിടക്കുന്നത്, ആരുമായിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കോൾ വരുമ്പം പേടിയാ. കല്യാണം കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വൈഫ്, അച്ഛാ വിട്ടേര്, നിങ്ങൾക്കല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അവർക്കിത് ശീലമാണ്. പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ അവളെ ചേർത്ത് നിർത്തി. ഞാനും പലതും ശീലിക്കാൻ തുടങ്ങി. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ഫാദറിൻലോ എന്നോട് എൻ്റെ നേരെ മുഖത്ത് നോക്കി എന്നോടൊരു വാക്കും പറഞ്ഞിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല, മോനെ എന്നല്ലാതെ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ പക്ഷെ എൻ്റെ കൺമുമ്പിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മായിയമ്മയെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട്. ഒരു പ്രാവശ്യം അടിച്ച് മുറിവേൽപ്പിച്ച് ഞങ്ങളന്ന് കൊച്ചിയിലാണ്. അവസാനം ഞാൻ പറഞ്ഞു, മമ്മി എങ്ങനെയും വണ്ടി കയറി വരാൻ പറഞ്ഞു. വീട്ടിൽ വരുമ്പോൾ മമ്മിയുടെ കണ്ണെല്ലാം കൂടെ രക്തമായിട്ടാണ് വരുന്നത്. അടുത്ത ട്രെയിൻ കയറി മറ്റേ ആളും വന്നു വീട്ടിൽ. മദ്യത്തിന്റെ സമയം കഴിഞ്ഞാൽ പുള്ളിയെ പോലെ സ്നേഹമുള്ള വേറൊരാൾ ലോകത്തിലില്ല. ഇതാണ് ഇയാളുടെ പ്രത്യേകത. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങളിരുന്ന ഓരോ എനിക്ക് ഈ ട്രാൻസ്ഫർ ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി പോകണം. അവിടെ എല്ലാം ഈ പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾക്കറിയത്തില്ല, കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞുങ്ങളുണ്ടായത്. മൂത്ത മോള അന്ന ഞങ്ങൾക്ക് ജനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചാരുത വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ് അന്ന. സാധാരണ എല്ലാവരും പറയുമല്ലോ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, 7-ാം മാസം കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ. എൻ്റെ വൈഫിൻ്റെ ഒരു പ്രസവത്തിനും ഒരിടത്തോട്ടും കൊണ്ടുപോയില്ല. എൻ്റെ പാഴ്സനേജിൽ തന്നെ ആയിരുന്നു. ചടങ്ങുകളെല്ലാം നടന്നു. ആരും ഉണ്ടായിരുന്നില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കുഞ്ഞുങ്ങളുടെ തുണി കഴുകിയത്. എല്ലാം സിസേറിയനായിരുന്നു. ഞാൻ തന്നെയാണ് നോക്കിയത്. 1-ാമത്തെ പ്രസവത്തിന് ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ ഹോസ്പിറ്റലിൽ വന്ന് അടിയുണ്ടാക്കി പോയി അമ്മായിപ്പൻ. ഇത് പലതൊന്നും ആർക്കും അറിയില്ല. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അമ്മായിയപ്പനെ താറടിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇല്ലാതെ പറയുകയോ അല്ല. അതൊക്കെ പിശാച് മുതലെടുത്ത സമയങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന് സ്നേഹിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രു അല്ലെങ്കിൽ ദൈവം അങ്ങ് വിളിച്ചു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഞാനത് പറയാം. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. ഞാൻ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ മിസ് ചെയ്തു. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഈ മദ്യപാനം അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം കാണും മദ്യപിക്കുന്ന മക്കൾ, ഭർത്താക്കന്മാർ, അപ്പന്മാർ. എഴുതി തള്ളണ്ട കേട്ടോ. അവരുടെ അകത്തൊക്കെ ഒരു സ്നേഹവാനായ അപ്പനുണ്ട്, ഭർത്താവുണ്ട്. തിരിച്ച് നമ്മൾ പ്രതികരിക്കണ്ട. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഷാർപ്പാക്കി കൊണ്ടുവരും. അനുഭവസ്ഥന അദ്ദേഹം. അന്ന് ഞാൻ പറഞ്ഞു സ്ത്രീധനമൊന്നും അല്ലെങ്കിൽ അന്നത്തെ പൈസ ഒന്നും തന്നില്ല എന്ന്. അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ ജോലിയുടെ അവസാന സമയം, തൻ്റെ ആ ഒരു പെൻഷനാകുന്ന സമയത്ത് തനിക്ക് കിട്ടിയ നന്മ എൻ്റെ അടുക്ക് കൊണ്ടുവന്നു. എൻ്റെ മോനെ ഒന്നും തരാൻ പറ്റിയില്ല, ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ നന്മ കൊണ്ട് എൻ്റെ കരങ്ങളിൽ കൊണ്ടുവന്നു. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അദ്ദേഹം ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഏതാണ്ട് താൻ മരിക്കുന്നതിന് ഒരു 6-7 വർഷം മുമ്പ് തന്നെ തൻ്റെ ആ പാപ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി. ആ കുടുംബങ്ങൾക്കകത്ത് ഒരുപാട് സ്നാനം നടന്നു. ആ കുടുംബത്തിൽ ഇന്ന് അച്ഛൻ്റെ അനുജൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമകനാണ്. അദ്ദേഹമൊക്കെ നല്ല ഹയർ പൊസിഷനിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഇന്ന് വിശ്വാസിയാണ്. ആ കുടുംബം കർത്താവിലേക്ക് വന്നിട്ടുണ്ട്. ആ കുടുംബത്തെ പലരും ഇന്ന് കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരമൊരുക്കി.
സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വിവാഹവും ഒക്കെ അനുഗ്രഹമായി നടന്നു. കുടുംബജീവിതം ശ്രേഷ്ഠമായി നടന്നു. ഈ സമയത്ത് ദൈവം എന്നെ ഉപയോഗിച്ച മറ്റൊരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് 2002 മുതൽ ലോകവ്യാപകമായി സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സംഘടന, ഇവാഞ്ചലിസം എക്സ്പ്ലോഷൻ എന്ന് പറയും. എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, ഇവാഞ്ചലിസം എക്സ്പ്ലോഷൻ. അതൊരു അമേരിക്കൻ ബേസ്ഡ് ഒരു മിഷനാണ്. അതിൻ്റെ കേരളത്തിൻ്റെ ചുമതലയിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്നോടൊപ്പം മറ്റൊരു സാറ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ, ഞാൻ അതിൻ്റെ ഫീൽഡ് കോർഡിനേറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം UK പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ജ്ഞാനദാസ്ഥാനം സാറ് പോയി കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കാനിടയായി. 2008 മുതൽ ഈയുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറി പൈ മിനിസ്ട്രി എന്ന് വെച്ചാൽ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഹെഡ് തന്നെ മാറി പൈ മിനിസ്ട്രി, പാർട്ട്നേഴ്സ് ഇൻ എക്യുപ്പിംഗ് എന്നാണ് അതിൻ്റെ പേര്, ഡൽഹി ബേസ് ചെയ്തിട്ട്. ഇന്ന് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ടൈം സ്റ്റാഫ് കൂടിയാണ്. അത് ഡൽഹി ബേസ് ചെയ്തിട്ടാണ്. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. കേരളത്തിൽ നമുക്ക് 10ഓളം പ്രവർത്തകരുണ്ട്, പല ഡിനോമിനേഷനിലുള്ള. ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ സുവിശേഷീകരണത്തിന് വേണ്ടി പാസ്റ്റർമാരെയും വിശ്വാസികളെയും ഒരുക്കിയെടുക്കുക. ഒരു 50-60 പേര് വരുന്ന ഒരു ഗ്യാതറിംഗ് ഉണ്ടാക്കി അവരെ ഒരു വൺ ഡേ ട്രെയിനിങ് കൊടുക്കുക. സർട്ടിഫിക്കേഷൻ അടക്കമാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ആയിരക്കണക്കിന് പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം. ഇപ്പോൾ മിക്കവാറും ഞാൻ യാത്രയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവനും നോർത്ത് ഇന്ത്യയിലായിരുന്നു. വരും ദിവസങ്ങളിലൊക്കെ യാത്രകളാണ്. ഞങ്ങളിത് ചെയ്യുന്നത് സുവിശേഷീകരണത്തിന് വേണ്ടി ദേശത്തിൽ പാസ്റ്റർമാരെയും ദൈവമക്കളെയും സജ്ജമാക്കുക. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതിനോടൊപ്പം തൃപ്പൂണിത്തുറയ്ക്കടുത്ത് കരിങ്ങാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഞങ്ങൾ ടീച്ചിങ് നടത്തുകയും സഭകളെ ഒരുക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം കിഡ്സ് മിനിസ്ട്രിയും ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുന്ന പാസ്റ്റേഴ്സിനും മറ്റുള്ള BBS ടീച്ചേഴ്സിനൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ്, അതും വളരെ മനോഹരമാണ്. അത് 2 ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, സഭാചാർജനുൾപ്പെടെ. അതുകൂടാതെ 3 ബൈബിൾ സ്കൂളുകളിൽ ഇപ്പോൾ ദൈവവചനം ഞാൻ പഠിപ്പിക്കുന്നു. മൂവാറ്റുപുഴയിലുള്ള എബനേസർ ബിബ്ലിക്കൽ സെമിനാരി ആൻഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോളേജിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാനിവിടെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്തുള്ള എലൈഷ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജിലും ദൈവവചനം ഇപ്പോൾ പഠിപ്പിക്കുന്നു. എനിക്ക് വ്യക്തിപരമായി വേർഡ് ഓഫ് ക്രോസ് എന്ന പേരിലുള്ള ഒരു ഓൺലൈൻ ബൈബിൾ സെമിനാരി ഉണ്ട്. അതിൻ്റെ ചുമതല വഹിക്കുകയും ആ സ്റ്റഡീസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത, ഒട്ടും വിട്ടുകളയാൻ പറ്റാത്ത, ഓർമ്മയിലെന്നും സൂക്ഷിക്കുന്ന ചില ദൈവം നടത്തിയ വഴികളുണ്ട്. അതിലൊന്ന്, എൻ്റെ മാതാവ് നേരിട്ട ചില ശാരീരിക പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ദീർഘവർഷങ്ങളായി അവർ കർത്താവിനെ സേവിക്കുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അവർ കടന്നുപോയ കനൽ വഴികൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന്, അമ്മ പല പ്രാവശ്യം ആക്സിഡൻ്റായി, പലതരത്തിലുള്ള വീഴ്ചകൾക്ക്. 2 കാലയിൽ കമ്പിയിട്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു ദിവസം 16 ടാബ്ലറ്റ്സ് ആണ് കഴിക്കുന്നത് ഒരു ദിവസം ഇപ്പോൾ. കാരണം ഹാർട്ട് പ്രശ്നമുണ്ട്, അതിൻ്റെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷേ നല്ല ആരോഗ്യത്തോടെയാണ് ദൈവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുൻപ്, ഞാൻ കൃത്യമായിട്ട് ആ വർഷം ഓർക്കുന്നില്ല, സംഭവം ഓർക്കുന്നു. എൻ്റെ മൂത്ത സഹോദരൻ പാസ്റ്റർ ബിനു ചാരത്, അവരെ ഗൾഫിൽ ബഹ്റിനിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഈ സമയത്ത് തനിക്ക് 2ാമത്തെ കുഞ്ഞ് ഉണ്ടായ സമയം, കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലാണ്. വൈഫ ഗർഭവതിയായി അവസാന സമയങ്ങളിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു, പ്രസവത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങളപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു യാത്ര. അപ്പം അമ്മയ്ക്ക് നല്ല സുഖം ഇല്ലാതെ ഇരിക്കുന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഞാൻ എൻ്റെ വാഹനത്തിൽ മമ്മിയെ കൊണ്ട് പോവുകയാണ്. ഏതാണ്ട് ഏറ്റുമാനൂർ കഴിഞ്ഞ സമയത്ത്, അപ്പോൾ ഏറ്റുമാനൂർ അടുക്കുന്ന സമയം വരെ അമ്മ പല പ്രാവശ്യം വൊമിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഞാൻ വണ്ടി നിർത്തി കൊടുക്കും, അമ്മ പോയി വൊമിറ്റ് ചെയ്യും, പിന്നെയും വന്ന് വണ്ടി കയറും, പിന്നെയും വണ്ടി കുറച്ചു ദൂരം പോയിട്ട് പിന്നെയും വൊമിറ്റ് ചെയ്യും, ഞാനപ്പോൾ വണ്ടി നിർത്തി കൊടുക്കും. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ഏറ്റുമാനൂർ അമ്പലത്തിനടുക്കലെത്തുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി
അമ്മ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. വൊമിറ്റ് ചെയ്ത് അവിടെ അങ്ങ് കുഴഞ്ഞ് വീഴുന്ന പോലെ അനുഭവം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി, എൻ്റെ വൈഫും വന്ന് താങ്ങിയെടുത്ത്. ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ഒരു നല്ല രമണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് നിറയെ ഉണ്ടാകുന്ന തരത്തിൽ രക്തമാണ്, ബ്ലഡാണ് വൊമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നേരം വൊമിറ്റ് ചെയ്യുന്ന ബ്ലഡാണെന്ന് എനിക്കറിയില്ല. ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന കണ്ട്, അത്രയും ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന കണ്ട് എനിക്ക് തല കറങ്ങി. ഞങ്ങൾ യാത്ര ഒഴിവാക്കി. ഞാൻ പെട്ടെന്ന് വാഹനം തിരിച്ച് റിവേഴ്സ് എടുത്ത്, എനിക്കറിയില്ല ഞാൻ ഇത്ര വേഗത്തിൽ ഞാൻ ഓടിച്ചിട്ടുണ്ടോ അത്. പിന്നെ നേരെ മുട്ടിച്ചിറ ഹോസ്പിറ്റലിൽ വന്നു, മിഷൻ ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടർ എടുക്കച്ചുണ്ട് പറഞ്ഞു, പെട്ടെന്ന് കൊണ്ടുപോകണം ആളിനെ, ഇത് സിവിയർ അറ്റാക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ 2 ഹോസ്പിറ്റൽ, ഒന്ന് PVSൽ കൊണ്ടുപോകണം എറണാകുളത്ത്, അല്ലെങ്കിൽ അമൃതയിൽ കൊണ്ടുപോകണം. അവിടെ വരെ എത്തുന്നൊരു ഉറപ്പില്ല. അവർ ചോദിച്ച് ആംബുലൻസ് വേണോ? അപ്പം ഓർമ്മയുണ്ട്, അമ്മ പറഞ്ഞു വേണ്ട, ആംബുലൻസ് വേണ്ട, ബസ് ഇതിൽ പോയാൽ മതി. അവസാനം അവർ ഉത്തരവാദി അല്ലെന്നും പറഞ്ഞ് എഴുതി തന്നു. എൻ്റെ ഫാദർ ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേഷൻ നടത്തി. എനിക്കറിയാം വീട് വരെ എത്തില്ല. ഞാൻ മാക്സിമം സ്പീഡിൽ അമ്മയെ വണ്ടിയിൽ കിടത്തിക്കൊണ്ട് സ്തോത്രം പറഞ്ഞ്, അന്യഭാഷ പറഞ്ഞ്, കർത്താവേ, എൻ്റെ മാതാവിനോട് നീ പറഞ്ഞ ഒരുപാട് വാക്തത്വങ്ങളുണ്ട്, വാക്തത്വങ്ങളെ ക്ലെയിം ചെയ്തുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, മോനെ, നമുക്ക് വീട്ടിലെത്തിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, ഇതെല്ലാം കൂടെ കൊണ്ടുവേണം പോകാൻ, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. ഞാൻ പറഞ്ഞു ഓക്കെ. നേരെ വണ്ടി അവിടെ കൊണ്ടുവന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ എൻ്റെ പപ്പ ചെയ്ത് വന്ന് കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു തരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ച് ഒന്ന് അകത്തിരുത്തിക്കേ. ഞാനും സ്മിതയും കൂടെ പിടിച്ച് ഇരുത്തി ആ ദിവാൻ കോട്ടിൽ ഇങ്ങനെ കിടത്തി. അമ്മ പറഞ്ഞു, എന്നെ ഇപ്പോൾ ഉടനെ ഒന്നും കൊണ്ടുപോകണ്ട, ഞാൻ മരിക്കുകയാണ്, ഇവിടെ കിടന്ന് മരിക്കട്ടെ, എനിക്ക് ആശുപത്രിയിലൊന്നും ഇപ്പം പോകണ്ട. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ മഹത്വം ആണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രാർത്ഥനയുടെ മഹത്വമല്ല, തമ്പുരാൻ്റെ പ്രവൃത്തിയുടെ വിശ്വസ്തത. ഞാൻ ആ വെള്ളം പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുത്തെ രക്തം ഇതിൻ്റെ മേൽ തളിക്കണം, എൻ്റെ മാതാവിനെ തിരികെ തരണം, പ്രാർത്ഥിച്ചു. നമുക്കറിയാലോ, നമ്മളെ തൊടുന്ന വിഷയം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വെപ്രാളം. എനിക്കിപ്പോഴും അറിയില്ല പ്രിയമുള്ളവരെ. ഞാനത് കൊടുത്തു, മമ്മി അത് കുടിച്ചു, മമ്മി അവിടെ കിടന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മൂക്കയിലൊക്കെ കൈവച്ച് നോക്കും, ആളുണ്ട്. അമ്മ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. പപ്പ വന്നു, ചേട്ടന്മാർ വന്നു. ഒരു ചേട്ടൻ പുറത്താണ്, അവനെ വിളിച്ചവൻ പറഞ്ഞു, നിങ്ങൾ പൈസ ഒന്നും നോക്കണ്ട, ആളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞടാ, സാരമില്ല, അവൾ ഉറങ്ങിയില്ലേ, എന്നാൽ പിന്നെ ഇനിയിപ്പം അപ്പക്ക് ഈ ആശുപത്രിയിൽ പോകാൻ വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷെ ചേട്ടന്മാരെല്ലാം നിർബന്ധിച്ചു, അതൊന്നും വെച്ചോണ്ടിരിക്കണ്ട, ഏതായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അന്ന് രാത്രി കൊണ്ടുവന്നു. അവിടുത്തെ വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. അവിടെ കൊണ്ടുവന്ന ആദ്യം തന്നെ ഈ ബ്ലഡിൻ്റെ പ്രശ്നം ഇത് എവിടെ നിന്നാണ് വന്നറിയാൻ വേണ്ടി അവർ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തി മൊത്തം പരിശോധിച്ചിട്ടും എവിടുന്നാണ് ഒരു ബ്ലീഡിങ് വന്നത് എന്നറിയില്ല. നിലവിൽ ഡോക്ടർ പറഞ്ഞു, ഈ ബ്ലീഡിങ് ഇല്ല. അതെവിടെ നിന്നൊന്നും അറിയത്തില്ല. ഇന്ന് വരെ പിന്നെ മമ്മി ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടില്ല. എനിക്കിന്നും ഞാനിത് ഒരു TV-യിലും പറഞ്ഞിട്ടില്ല, ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല, ഒരു ഇതിലും ഇട്ടിട്ടുമില്ല. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എൻ്റെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം.
എൻ്റെ മമ്മി മെഡിസിൻ എടുക്കുന്ന ആളാണ്, ഞാൻ മെഡിസിൻ എടുക്കുന്ന ആളാണ്. ഞാൻ മെഡിസിൻ എതിരെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നാ മെഡിസിൻ എടുത്താലും വിടുതല തരുന്ന എൻ്റെ കർത്താവാ. സ്തോത്രം. നമ്മളിവിടെ എന്നൊക്കെ ഒന്നും ജീവിച്ചിരിക്കത്തൊന്നുമില്ല. പക്ഷെ നാം ജീവിച്ചിരുന്ന കർത്താവിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് ആയുസ് നീട്ടിത്തരും. നമ്മളൊരു വല്ലാത്ത കാലത്തിലല്ലേ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ലൈഫിലെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ജയത്തോടെ നടത്തുന്നു. ഓർമ്മയിൽ നിന്ന് മായാത്ത മറ്റൊരു സംഭവം, ഞാൻ നേരത്തെ എൻ്റെ ഫാദർ ഇൻ ലോയെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ മരണമാണ്. എനിക്കിന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 2018 പ്രളയ സമയം, അന്ന് അവർ താമസിച്ചിരുന്നത് ചെങ്ങന്നൂർ മുളക്കുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരുടെ വീട് അതൊരു വാടകയ്ക്കുള്ള വീടാണ്. നമ്മൾ സാധാരണ തറനിരപ്പിൽ നിന്ന് ഒരാൾ പൊക്കത്തിലാണ് ആ വീടിരിക്കുന്നത്. വളരെ മനോഹരമായൊരു വീട്, ആ ഏരിയയിലൊരു നല്ല വീടാണ്. അന്ന് ഈ മഴ പെയ്യുന്ന സമയത്ത് ഞാനന്ന് വീട്ടിലുണ്ട്. മമ്മി ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. അവർക്ക് ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട്. അപ്പം ഈ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ കയറി വരുന്നു. 4 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞ് വന്ന മമ്മി നീന്തിയാണ് വീട്ടിലെത്തിയത്. അച്ഛനന്ന് വീട്ടിലുണ്ട്, ഡ്യൂട്ടിക്ക് പോയില്ല. അച്ഛനന്ന് ഈ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ അവരെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അന്ന് അവർ റിട്ടയർഡായ ശേഷമാണ്, വെറുതെ ഇരിക്കുമല്ലേ എന്ന് ഓർത്തിട്ട്. പക്ഷെ അന്ന് പോയില്ല. അപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത്, അപ്പം നമ്മളിങ്ങനെ ന്യൂസ് കണ്ട് വരികയാണ്. അപ്പം ഞാൻ അപ്പോഴേ പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അടുത്ത ഒരു വണ്ടി എടുത്ത് ഇഞ്ഞ് പോരെ, നിങ്ങളിഞ്ഞ് കയറി പോരെ. ഇല്ല മോനെ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇവിടെ വെള്ളമൊന്നും കയറത്തൊന്നുമില്ല. പക്ഷേ 12 മണി 11 മണി 10 മണി 11 മണിയൊക്കെ സമയമായപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ വരെ എത്തി. വീടിൻ്റെ വാതിൽക്കൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ കയറണമെങ്കിൽ നീന്തിയേ വരാൻ പറ്റുള്ളൂ. ഒരാൾ പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിലെത്തി. ബാബു എന്ന് വീട്ടിൽ വിളിക്കും അച്ഛനെ, ബാബു സാറെന്ന് പറയും. എല്ലാവരും അവിടെ എത്തി. കാരണം അച്ഛൻ ഈ ഫയർഫോഴ്സിൽ റിട്ടയർഡ് ആയതുകൊണ്ട് ഇവർക്കല്ലേ ഈ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന റെസ്ക്യൂ ടീമല്ലേ. അപ്പോൾ എല്ലാവരും വരാൻ പറഞ്ഞു. പുള്ളി അപ്പോഴേ ഡ്യൂട്ടി തുടങ്ങി. എല്ലാവരും വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലാണ്. പക്ഷെ 12:30 മണിയായപ്പോൾ വീടിൻ്റെ ഒരു നില മുഴുവനും മുങ്ങി. എന്നുവെച്ചാൽ 3 ആൾ പൊക്കത്തിൽ വെള്ളമായി. അപ്പം ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. 1 മണി സമയത്തൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ഫോണിൽ. അപ്പം ഇതിനിടയ്ക്ക് അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലാണ് ഈ വീട്. അപ്പം ആ വഴി മൊത്തം വീടുകളെല്ലാം മുങ്ങിയത് കൊണ്ട് വള്ളമാണ് പിന്നെ വരാൻ. എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുകളിൽ കൂടെ എല്ലാം വള്ളം സഞ്ചരിച്ച് ഇവിടെ വന്നു. ശരിക്കും അപ്സ്റ്റെയറിൽ നിന്നാണ് ആളുകളെ മൊത്തം വള്ളത്തിൽ കയറ്റിയത്. അങ്ങനെ ഒരു ടീം ആൾക്കാർ പോയി വള്ളം കൊണ്ട് ജംഗ്ഷനിൽ വിട്ട് അടുത്ത സ്ഥലത്തെ ആക്കിയിട്ട് അടുത്ത ട്രിപ്പ് വള്ളം വന്നു. അതിലും ആളുകളെ കയറ്റി. അപ്പോൾ എത്ര വീട്ടുകാരുണ്ടാവും നോക്കണം. പിന്നെ 3ാമത്തെ ട്രിപ്പ് പോകേണ്ടതാണ് എൻ്റെ അച്ഛൻ, മമ്മി, ഗ്രാൻഡ് മദർ, വേറൊരു 4 പേരുടെ ഉണ്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പം ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോനെ ഇവിടെ എല്ലാം ഇങ്ങനെ ഞങ്ങളൊക്കെ സേഫാ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വെള്ളം ഒരു നില കഴിഞ്ഞു, ഞങ്ങളിപ്പം മുകളിലാണ്, പ്രശ്നമൊന്നുമില്ല, വള്ളം വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മമ്മി പറയുന്നുണ്ട്. ഒരു 2 മണി കഴിഞ്ഞിട്ട് ഫോൺ ബന്ധമില്ല. ഒരു 3:30 മണി സമയമാകുമ്പോൾ, നിങ്ങൾ ഓർക്കണം രാത്രി ഉറങ്ങിയിട്ടില്ല, 3:30 മണിയാകുമ്പോൾ ഒരു കോൾ വരികയാണ്. അത് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ നിന്നാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്. നിങ്ങൾ വിശ്വംഭരൻ്റെ ആരാ? ഞാൻ പറഞ്ഞു സണ്ണിൻ ലോയാ. ഡെഡ് ബോഡി എവിടാ വെക്കേണ്ടത്? 2 മണിക്കൂറിന് മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നയാള്, റെസ്ക്യൂ നടത്തിക്കൊണ്ടിരുന്നയാള്, ഡെഡ് ബോഡി എവിടെ വെക്കണ്ടേ? ഞാൻ പെട്ടെന്ന് വീടിന് വെളിയിൽ ഇറങ്ങി. എൻ്റെ വൈഫിന് അച്ഛനെന്ന് ഇതെല്ലാം ചെയ്യുമെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞാൽ അവളുടെ ജീവനാണ്. അച്ഛൻ്റെ കയ്യിലാണ് ഇവൾ കിടന്ന് ഉറങ്ങണേ. അച്ഛൻ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് വരും. ഇവിടെ ഇവക്ക് പനി വന്ന അച്ഛൻ അവിടെ പനി വരിക, അച്ഛൻ അവിടെ പനി വന്ന ഇവക്ക് ഇവിടെ പനി വരുന്ന ആ ബന്ധമാണ്.
എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അവർക്ക് പറഞ്ഞിരിക്കാൻ സമയമില്ല. അവർക്ക് ഇങ്ങനെ ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സാറേ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് വെച്ചേക്കണേ. ഞാൻ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്, പാസ്റ്റർ സജിമോൻ. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ സ്ഥിതി. അദ്ദേഹം തൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എന്നിട്ടും മമ്മീനെയൊക്കെ സേഫായിട്ട് സ്ഥലത്താക്കി ഡെഡ് ബോഡി ഒരു സ്ഥലത്ത് വെപ്പിച്ചു. പ്രിയമുള്ളവരെ, എനിക്കിത് എൻ്റെ ഭാര്യയോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ. അവസാനം ഞാൻ പറഞ്ഞു, സ്മിത, നമ്മളൊരു 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും, നമുക്ക് ചെങ്ങന്നൂർ വരെ പോകണം. എന്താ പറ്റി വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നമുക്ക് പോകണം. എൻ്റെ വണ്ടിയിൽ വളരെ പെട്രോൾ കുറവായിരുന്നു. ഞാനിത് പറയാൻ കാരണം പെട്രോൾ അവിടെ ഒന്നും തുറന്നില്ല. അന്ന് മഴ, ഭയങ്കര മഴയാണ്. എൻ്റെ ഉണ്ടായിരുന്ന പെട്രോൾ വെച്ച് ഓടിച്ച് ഞാൻ തിരുവല്ല വരെ പോയി. തിരുവല്ല കഴിഞ്ഞ് വണ്ടി വിടില്ല, മുഴുവൻ ഇതും അടച്ചു. ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്മിതയുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ്, ഞങ്ങളുടെ കല്യാണത്തിന് ആലോചന തന്ന പാസ്റ്റർ, ഞാൻ പുള്ളിയെ വിളിച്ചു, പാസ്റ്റർ കൊച്ചുമോൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ സംഭവം, സാറേ ഒന്നും പേടിക്കണ്ട, ഇഞ്ഞു പോരാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. നിങ്ങൾക്കറിയാമോ, ആ കോരിച്ചൊരിയുന്ന മഴയത്ത് 7 ദിവസം പാസ്റ്റർ കൊച്ചുമോൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. എന്നെ ഒരു അനുജനെ പോലെ ചേർത്ത് നിർത്തി അദ്ദേഹം ഇന്നലെയും മെനഞ്ഞാന്നെൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ അത്ര സ്നേഹിതരാണ്. ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, പാസ്റ്റർ പേടിക്കണ്ട. 2 ദിവസം കഴിഞ്ഞു, സ്മിത അച്ഛൻ എന്താ വിഷയം? ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നു. ഞാൻ ഒരു ശക്തി സംഭരിച്ച് ഞാൻ പറഞ്ഞു, സ്മിത, അച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, പിന്നെ എനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷയങ്ങളായിരുന്നു. ഏതായാലും 7 ദിവസം മമ്മിയെ പരസ്പരം കാണാതെ ഞങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞു. 7-ാം ദിവസം ഞാനൊരു ലോറിയിൽ കയറി മമ്മി ഇരുന്ന വീട്ടിൽ ചെന്നു. മമ്മിയും ഗ്രാൻഡ് മദറിനെയും കണ്ടു. ഗ്രാൻഡ് മദറിന് ഇപ്പോൾ 96 വയസ്സുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ആ ഫോട്ടോ പറ്റുമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇടാത്തങ്ങളെ കാണിക്കാം, ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്രാൻഡ് മദർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരെ മറ്റൊരു വാഹനത്തിൽ കയറ്റി ഞാൻ താമസിച്ച പാസ്റ്ററുടെ വീട്ടിൽ അവരെയും കൊണ്ടുവന്നു. അവസാനം വെള്ളമൊക്കെ താണു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ, അപ്പോൾ അതിനിടയ്ക്ക് വിളി വരുന്നുണ്ട്, മോർച്ചറി വരെ അഴുകാൻ തുടങ്ങി, കാരണം കറണ്ട് പോയി. പക്ഷേ ഈ ബോഡിക്ക് ഒരു പ്രശ്നവും സംഭവിച്ചില്ല. ഞങ്ങൾ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞ് ഡെഡ് ബോഡി കൊണ്ടുവന്ന് അടക്കം കഴിഞ്ഞ ശേഷം മമ്മിയും കൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് വന്നു. അന്ന് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് മുതൽ മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് മമ്മി ഒരു വലിയ അനുഗ്രഹമാണ്. ഇന്ന് എനിക്കും സ്മിതയ്ക്കും എവിടെ വേണേലും ശുശ്രൂഷയ്ക്ക് പോകാം. മമ്മി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമൊന്നുമില്ല. എല്ലാവരും പറയും, ഒറ്റമോളല്ലേ കിട്ടിയത്, ഇനി വീടും പറമ്പുമൊക്കെ. കടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, എല്ലാം വീട്ടി. ഒരു പൈസ പോലും കടവിൽ പോയില്ല. ഞാൻ ഇന്ന് താമസിക്കുന്ന വാടക വീട്ടിലല്ല. ഞങ്ങൾ ആ മമ്മിയും കൊണ്ട് വന്നു. മാറി 16 വീടുകളിൽ മാറി താമസിച്ചു. 16 വീടുകളിൽ. അന്നും എവിടെ വേണേലും മാറാം അടുത്ത സ്ഥലത്തേക്ക്, ആരും പിടിച്ചു നിർത്തത്തില്ല. കോവിഡിൻ്റെ സമയമായപ്പം കർത്താവ്, ഞാൻ എന്നും എൻ്റെ വീടും ജംഗ്ഷനുമായിട്ട് പോകുന്ന വഴിക്ക് ഒരു വസ്തു ഇങ്ങനെ കാണും. ഈ വസ്തു വിൽപ്പനയ്ക്ക്. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് അറിയാം, ഈ സ്ഥലമൊന്നും നിനക്ക് കിട്ടുകാരല്ല, കാരണം റോഡ് സൈഡിലാണ്. പക്ഷേ PG വർഗീസ് അങ്കിളിൻ്റെ ബുക്ക് വായിച്ച് പലപ്പോഴും ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഞാനിതിനകത്ത് കാലുകുത്തി രാത്രിയൊക്കെ ഇതിനകത്ത് വന്നിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഈ സ്ഥലം വാങ്ങാനുള്ള വഴി തുറന്നു തരണമേ. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇന്നും അത്ഭുതമാണ് പ്രിയമുള്ളവരെ, എങ്ങനെ ഞാൻ ഈ സ്ഥലം വാങ്ങിയെന്നും എങ്ങനെ ഈ വീട് പണിതെന്നും. എൻ്റെ വീടിൻ്റെ പടം ഞാൻ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല. ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മനോഹരമായൊരു ഭവനം, ബാധ്യതകളില്ലാതെ, ചെറിയ, നമുക്കറിയാം വീട് വയ്ക്കുമ്പോഴുള്ളൊരു ബാധ്യതയുണ്ടല്ലോ,
അതൊരു 10 വർഷത്തേക്കൊണ്ട് ഞങ്ങളെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പറയാം. പക്ഷെ ഇപ്പോഴും ഞാൻ വണ്ടി ഓടിച്ച് അറിയാതെ പഴയ വാടക വീട്ടിൽ പോകും. ഇപ്പോഴും എൻ്റെ മൈൻഡിലില്ല ഞാൻ വീട് വെച്ച കാര്യം. ഞാൻ ചിന്തിക്കാറുമില്ല അതിനെപ്പറ്റി. ഞങ്ങളുടെ എന്താ പറയുക, വീട്ടിൽ ജോലിയില്ലാതിരുന്ന ആൾ ഞാനാണ്. മൂത്ത ചേട്ടന് ജോലിയുണ്ട്, അനിയന് ജോലിയുണ്ട്, ചേട്ടന് ജോലിയുണ്ട്. സുവിശേഷകനായി ഒരു സൈഡ് ബിസിനസ്സും ചെയ്യാതെ പൂർണ്ണസമയ വേലയ്ക്ക് ഇറങ്ങിയ ആൾ ഞാൻ മാത്രമാണ്. പക്ഷെ കർത്താവ് ഞങ്ങൾക്കൊരു ഭവനം തലചായ്പാൻ കർത്താവ് തന്നു. പക്ഷേ ഇത് ഞാൻ എപ്പോഴും പറയും, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇതൊരു ഇവിടെ എന്നും ഗസ്റ്റാണ്. ഞങ്ങൾക്ക് സന്തോഷമാണത്. ഹല്ലേലൂയ. എൻ്റെ പാരൻസ് ഇവിടെ വരും, പക്ഷെ ഞാൻ നിൽക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കാറില്ല. ആമേൻ. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലവും ഒരു ഭവനവും തന്നു. അതിനുവേണ്ടി ഞങ്ങളെ അകവഴിഞ്ഞ് സഹായിച്ച ഞങ്ങൾക്കൊരു വീടുണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ദൈവമക്കളുണ്ട്, അകത്തും പുറത്തും. അമേരിക്കയിൽ എനിക്കൊരുപാട് സ്നേഹിതർ. പ്രയർ ലൈൻ, ഞങ്ങൾക്ക് അമേരിക്കയിലുള്ള ബോസ്റ്റൺ പ്രയർ ലൈൻ മറക്കാതിരിക്കാൻ പറ്റില്ല. സൂസൻ ആൻറ്റി മരിച്ചുപോയി. സൂസൻ ആൻറ്റി എനിക്കൊരു ഭവനം ഉണ്ടാകാൻ ഒരുപാട് ആഗ്രഹിച്ച ആൻറ്റിയാണ്. ഫസ്റ്റ് നൈനാൻ, അദ്ദേഹം കർത്തസനിൽ വിശ്രമിച്ചു. ഷിജു നൈനാൻ എന്നെ ഒരുപാട് സഹായിച്ചതാണ്. ഞങ്ങൾക്ക് അവിടെയുള്ള പല സഹോദരിമാരുണ്ട്, അവരെല്ലാവരും അകമഴിഞ്ഞ് എന്നെ സഹായിച്ചു. എൻ്റെ ഒത്തിരി സ്നേഹിതർ. പക്ഷേ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, പാത്രം നിറഞ്ഞപ്പോൾ ഒഴുക്ക് നിന്നു എന്ന് പറഞ്ഞ പോലെ, ആ സമയം, ആ ടൈം കഴിഞ്ഞപ്പോൾ എല്ലാ വരവും നിന്നു എന്ന് പറഞ്ഞാൽ അതാ തരണേന്ന് ഞാൻ പറഞ്ഞിട്ടല്ല ഇത് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ആവശ്യമില്ല. സ്തോത്രം. എനിക്ക് ആ കറക്റ്റ് ടൈമിൽ ഞാൻ പറയുകയാണ്, നാളെ ഇപ്പം 10 ജോലിക്കാർക്ക് പൈസ കൊടുക്കണമെങ്കിൽ അതിൻ്റെ പൈസ അങ്ങനെ ആയിരിക്കും വരുന്നത്. നാളെ കമ്പിക്ക് പൈസ കൊടുക്കണമെങ്കിൽ അതിൻ്റെ പൈസ. കാരണം ഞാൻ വിശ്വാസം എന്താണെന്ന് ദൈവം എന്നെ എല്ലാ അർത്ഥത്തിലും പഠിപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തി അതിനെ കൺക്ലൂഷൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് എനിക്ക് ഓർത്ത് നോക്കുമ്പോൾ തമ്പുരാൻ്റെ വിശ്വസ്തതയല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു വാക്ക് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രളയകാലം കഴിഞ്ഞ് എൻ്റെ പിതാവ് മരിച്ചു കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോൾ ഞങ്ങളത് ഇവിടെ കാഞ്ഞിരമറ്റത്തിന് മറ്റൊരു സ്ഥലത്ത് വീട് വാടകയ്ക്ക് താമസിക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു രോഗം നേരിട്ടു. ഞാൻ ഭയപ്പെട്ടൊരു നിമിഷം. ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ബെഡിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. എൻ്റെ നാക്കകത്തോട്ട് വലിഞ്ഞു. എൻ്റെ ശ്വാസം എന്നിൽ നിന്ന് പോകുന്ന പോലായി. എൻ്റെ 2 കൈകളും തളർന്നു. എൻ്റെ വൈഫിനെ ഞാൻ ശബ്ദം കുറച്ച്, എനിക്ക് അത്ര എടുക്കാൻ പറ്റുള്ളൂ, വിളിച്ചു. ആദ്യം അവൾ വിചാരിച്ചത് ഞാൻ കളിയാക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ ഭയങ്കര രസമാണ്, എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ തമാശയൊക്കെ കാണിക്കും. പക്ഷേ അവൾക്ക് മനസ്സിലായി എന്തോ കാര്യമാണ്. ഞാൻ ലോങ് ഡ്രൈവ് ചെയ്ത് വന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് ബിനുവിനെ വിളിക്കാൻ പറയും, എൻ്റെ ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. നിമിഷങ്ങൾക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദേഴ്സ് എല്ലാം വന്നു. എന്നെ ഇങ്ങനെ തൂക്കിയെടുത്ത് കാറിനകത്ത് കയറ്റി 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് വിചാരിച്ചു ഞാൻ ഈ ലോകം വിട്ടു പോയി. ഒരു വല്ലാത്ത പാനിക് അറ്റാക്ക് പോലെ. എനിക്കറിയില്ല ഞാൻ കടന്നുപോയൊരു വഴി. 6 മാസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മുറിക്കാതിരുന്നു. അന്ന് കിടന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ എൻ്റെ വാട്സപ്പിൽ രാവിലെ മോർണിംഗ് സന്ദേശം പറയാൻ തുടങ്ങി. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച ഞാൻ നോർത്തൊക്കെ പോയപ്പോഴത്തേക്ക് ടൈം ശരിയാകാതെ അതും സ്റ്റോപ്പായി. വീണ്ടും ആവർത്തിക്കും. അത് ദിവ്യ സന്ദേശം എന്ന പേരിൽ അത് കിടന്ന് പ്രസംഗിച്ച് തുടങ്ങിയതാണ്. എനിക്കൊരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു. നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് സ്ക്യൂസായി പോകുന്ന പോലെ അങ്ങ് വീഴും. ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടെൻ്റെ ശുശ്രൂഷ തീർന്നു എന്ന്.
പക്ഷേ ഈ 6 മാസം എൻ്റെ കിടപ്പിൽ എൻ്റെ പ്രോഗ്രാം, എൻ്റെ കൺവെൻഷൻസ്, എൻ്റെ ബൈബിൾ സ്റ്റഡീസ് എല്ലാം ഞാൻ നിർത്തി. ഇതും പലർക്കും അറിയില്ല. ഞാൻ ഫീൽഡ് ഔട്ടായി പോയവനായി. പക്ഷേ എന്നോട് കർത്താവ് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ചർച്ചിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത സ്നേഹിതൻ ജെയ്സൺ സി സോളമൻ, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഫേമസ് സിംഗറാണ്. അദ്ദേഹമാണ് എൻ്റെ ഡ്രൈവറായിട്ട് പലപ്പോഴും ചർച്ചിലോട്ടും മറ്റിത്തര സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാത്ത സ്ഥലമില്ല. ഞാൻ വിചാരിച്ചു എനിക്കിനി ചിലപ്പോൾ വണ്ടി ഓടിച്ചിങ്ങനെ ഇങ്ങനെ അങ്ങായി പോകും, പിന്നെ എനിക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിനിയും ഡ്രൈവ് ചെയ്യണം, എനിക്കിനിയും യാത്ര ചെയ്യണം. ചുരുക്കത്തിൽ പറയാം, കർത്താവിനെ സൗഖ്യമാക്കി. 6 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ യാത്ര ചെയ്തത് ദിമാപൂരിലേക്ക്, നാഗാലാൻഡിലേക്കാണ്, നോർത്ത് ഈസ്റ്റിലേക്ക്. അവിടെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സംസാരിച്ചു. തിരികെ വന്നു. ഞാൻ ആദ്യം ലോങ് ഡ്രൈവ് ചെയ്തത് ഇവിടുന്ന് വയനാട്ടിലേക്കാണ്. വയനാട് ചുരം കയറി പോകണം. ഫാമിലിയായിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് മുതൽ ഇന്നു വരെ കർത്താവ് എന്നെ ഓടിക്കുന്നു. എനിക്കിപ്പോൾ യാത്ര ചെയ്യാം, എനിക്കിപ്പോൾ പ്രസംഗിക്കാം. എൻ്റെ ക്ലാസ് മിക്കവാറും ബൈബിൾ സ്റ്റഡി ക്ലാസ്സൊക്കെ 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെയാണ്. നോർത്ത് ഇന്ത്യ പോയപ്പോൾ 8 മണിക്കൂർ പ്രസംഗിച്ചു. രാവിലെ 4 മണിക്കൂർ, വൈകിട്ട് 4, 2 സെഷനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പ്രസംഗിക്കാം, യാത്ര ചെയ്യാം. ഞാൻ ഒരുപാട് വിദേശ യാത്രകളൊന്നും ചെയ്തിട്ടില്ല. ചിലർ ചോദിക്കാറുണ്ട് പാസ്. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് അങ്ങനെ വിദേശത്തേക്ക് പോകാൻ വലിയ തീവ്ര ആഗ്രഹമുള്ള ആളൊന്നുമാണ്. ദൈവം അയക്കുന്നെങ്കിൽ പോവുക. ഞാൻ അധികം വിദേശ യാത്രയൊന്നും ചെയ്തിട്ടില്ല. എനിക്കതിന് വലിയ താല്പര്യമുള്ള ആളുമല്ല. ആവശ്യമെങ്കിൽ, കാരണം കേരളത്തിൽ തന്നെ നിരന്തരം നമ്മുടേതായ ശുശ്രൂഷകളിൽ വ്യാപൃതനാണ്. അതുകൊണ്ട് നമുക്കവിടെ പോയി ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇരിക്കാനുള്ള, അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ബാക്കി 4 ദിവസം വീട്ടിലിരിക്കുക പരിപാടി നമുക്ക് പറ്റുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് പോകാറില്ല. ദൈവം അയക്കുന്നെങ്കിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത്, മറ്റൊരു രാജ്യത്തിലും യൂറോപ്യൻ കൺട്രിയിലും പോകാൻ ദൈവം കൃപ തന്നു. അതൊക്കെ കർത്താവിൻ്റെ നാമം മഹത്വത്തിനായിട്ടിരിക്കട്ടെ. ഇപ്പോഴും ചില യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. കർത്താവ് ചില വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ദൈവഹിതമാണെങ്കിൽ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വിദേശ യാത്രകളെക്കാൾ ദൈവം എവിടെ അയക്കുന്നത്? കാരണം അപ്പോസ്തല പ്രവൃത്തി 1:8, നിങ്ങൾ സുവിശേഷം നിമിത്തം. ഞാൻ ഫിജി ഐലൻഡിൽ ചെന്നിറങ്ങുമ്പോൾ, ഫിജി ഐലൻഡ് അറിയാമല്ലോ, ലോകത്തിൻ്റെ ഒരറ്റമാണ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞതാ, നിന്നെ ലോകത്തിൻ്റെ അറ്റം ഞാൻ എത്തിക്കും. കർത്താവ് എന്നെ അവിടെ എത്തിച്ചു. സ്തോത്രം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ലൈഫിൽ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ഹിതമുണ്ടെങ്കിൽ അത് കർത്താവ് നിറവേറ്റും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ പല കാര്യങ്ങളും ഞാൻ മിസ് ചെയ്തു. ഞാൻ എന്താ പറയുക, വലിയ അടുക്കും ചിട്ടയൊന്നും ഉണ്ടായില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിവിടെ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും ഞാൻ മനസ്സ് തുറന്ന് ഒരു കാര്യവും ഒരു ചാനലിലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പല പ്രാവശ്യം പലരും എൻ്റെ അടുക്കൽ ഇൻ്റർവ്യൂവിന് വരാൻ സമീപിച്ചതാണ്. ഞാൻ അപ്പോഴെല്ലാം അത് നിരസിച്ചതാണ്. പക്ഷേ എനിക്കറിയില്ല എന്താണ് ഞാനിങ്ങനെ സമ്മതിച്ചതെന്ന്. ഞാൻ അരോമ ടി വിയോട്, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുകയാണ്. ഞാൻ വീണ്ടും പ്രിയ ശ്രോതാക്കളോട് പറയുന്നു, ഫിലിപ്പ് ലേഖനം 4:13 എന്നെ ബലപ്പെടുത്തിയ വാക്യമാണ്. നമ്മളേത് പ്രതിസന്ധിയിൽ കൂടെ പോയാലും നമ്മൾ തിരിച്ചു കയറി വരും. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് ഇത് പറയാൻ കാരണം 1:4 പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ അത് തികയ്ക്കും. ദൈവം തുടങ്ങുന്നവൻ മാത്രമല്ല, അവൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. കർത്താവ് എന്തൊക്കെ നമ്മിൽ ആരംഭിച്ചോ, എന്തൊക്കെ നമ്മളെ വെച്ചൊരു പ്രോജക്റ്റ് വെച്ചോ, അത് തീരുന്നത് വരെ വരുന്ന പ്രതിസന്ധികൾ എൻ്റേതല്ല, അത് കർത്താവിൻ്റെതാണ്. അത് പൗലോസിൻ്റെ അനുഭവമാണ്. പൗലോസ് പ്രസംഗം തുടങ്ങി ആദ്യത്തെ യാത്ര കൊട്ടയിലായിരുന്നു. കൊട്ടയിൽ പോകുമെന്ന് വിചാരിച്ചതല്ല, അവിടെ കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്.
അത് തുടങ്ങി 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 കല്ലേറ് കൊണ്ട് മരിച്ചവസാനിച്ച മനുഷ്യൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ എഴുന്നേറ്റു. ഒറിജിനൽ വേർഡ് ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അനാസ്റ്റമി എന്ന വാക്ക് അർത്ഥം മരിച്ചു. അവിടെ അവസാനം എഴുന്നേറ്റ് തന്നോടുവിൽ പറഞ്ഞു, ഞാൻ ഓടി തികച്ചു. ആമേൻ. തികച്ചതല്ല, സത്യത്തിൽ തികപ്പിച്ചതാണ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി മടുത്തവരാണോ? എന്തിനാണ് ഈ പ്രശ്നങ്ങൾ എന്നെ കടത്തിവിടുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളിപ്പാട്ടത്തിന് വലിയ ടെസ്റ്റ് ആവശ്യമില്ല. കാരണം അത് കളിക്കാനുള്ള സാധനമാണ്. ഒരു കളിപ്പാട്ടത്തിൻ്റെ വിമാനത്തിന് വലിയ ടെസ്റ്റൊന്നും വേണ്ട. അതിൻ്റെ പ്രൊഡക്റ്റിന് അത് കൊണ്ടുവന്ന പിറ്റേ ദിവസം പൊട്ടിച്ച് കളയാനുള്ളതാണ്. പക്ഷെ ഒറിജിനൽ വിമാനം ഉണ്ടാക്കുമ്പോൾ അതിന് കുറേ ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ ടെസ്റ്റ് തീവ്രമാണ്. കാരണം അത് കളിപ്പാട്ടത്തിനല്ല, അത് ഉപയോഗിക്കാനുള്ളതാണ്. എന്നെയും നിങ്ങളെയും കർത്താവിന് ഉപയോഗിക്കാനാണ് പദ്ധതിയെങ്കിൽ അതുപോലെയുള്ള പരിശോധനകളിൽ കൂടെ കടത്തിവിടും. അതൊക്കെ ശ്രേഷ്ഠമായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തിരിഞ്ഞു നോക്കുവാൻ ദൈവം നടത്തിയതായ ആ ഓരോ അത്ഭുതകരമായ വഴികളെ ഓർത്ത ദൈവസന്നിധിയിൽ നന്ദിയുടെ വാക്കുകൾ പറയുവാൻ കർത്താവിൻ്റെ ദാസൻ പ്രിയ പോൾസൺ സ്റ്റീഫനെ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹീതനായ കർത്തൃദാസൻ്റെ മകൻ എന്ന നിലയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആദ്യമേ തന്നെ ആ നിലയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ മാത്രമല്ല, ഇന്ന് ക്രൈസ്തവ ലോകം ഏറ്റുപാടുന്ന, ചേർന്ന് പാടുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിരവധി ആത്മീയ ഗീതങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കുവാൻ, അതിൻ്റെ രചന, അതിൻ്റെ ആലാപനം, അതിൻ്റെ സംഗീതം ഒക്കെ ചിട്ടപ്പെടുത്തി ക്രൈസ്തവ കൈരളിയുടെ മുൻപാകെ അത് അവതരിപ്പിക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവപുരുഷൻ എന്ന നിലയിലും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഇതര വേദികളിലുമൊക്കെ അനേകർക്ക് വേണ്ടിയിട്ട് കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശക്തനായ സുവിശേഷകൻ എന്ന നിലയിലും ഒരു വേദാധ്യാപകൻ എന്ന നിലയിലും വിവിധ തലങ്ങൾ, വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവഭൃത്യനെ ഇന്ന് ദൈവസന്നിധിയിൽ അരോമ TV ഈ പ്ലാറ്റ്ഫോമിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപാകെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ കിഡ്സ് മിനിസ്ട്രി ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വിവിധ സുവിശേഷ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കോർഡിനേറ്ററായിട്ടും മറ്റ് വിവിധ ചുമതലകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ പ്രായത്തിനിടയിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പല വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, പത്രോസിനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനൊരു തിടുക്കം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനുഭവമുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ അഭിഷേകത്തിനായി, ആ നിറവിനായി, ആ തീഷ്ണതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം, ശുശ്രൂഷയുടെ തലങ്ങൾ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർക്ക് ഈ പ്രിയ ദൈവഭൃത്യൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ തുലികയിൽ ഉടലെടുത്തതായ ഗാനങ്ങളും ഒക്കെ
അനുഗ്രഹമായി തീർന്നു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ സാക്ഷ്യവും നിങ്ങൾക്ക് ഏവർക്കും പ്രചോദനവും പ്രത്യാശയും ഉത്സാഹവും വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങൾക്കതൊരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ ദൈവദാസനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓർക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങളുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാതെ വണ്ണം നിരാശയുടെ മധ്യത്തിൽ, പ്രയാസത്തിൽ, അതുപോലെ മറ്റ് ഇതര കഷ്ടപ്പാടുകളുടെ നടുവിലൂടെയൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആമേനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും പരിചരണവും സംരക്ഷണയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഈ സമയം ആമേനെ കണ്ണുകളടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദൈവഭൃത്യനെ അവിടുന്ന് എടുത്തുപയോഗിച്ചതുപോലെ അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം നിർത്തിയിരിക്കുന്നത് പോലെ അടിയനെയും ദൈവമേ അങ്ങ് ഉപയോഗിക്കണമേ. അവിടുത്തെ കരങ്ങളിതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മൾക്കൊരു സമർപ്പണം, താല്പര്യം, ഒരാഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടതുപോലെ ദൈവം ആരംഭിക്കുന്നവൻ മാത്രമല്ല, ദൈവം പൂർത്തീകരിക്കുന്നവൻ കൂടിയാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ, വാഗ്ദത്തമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാ. ഇടയ്ക്ക് വരുന്നതായ ഓളങ്ങളും തിരമാലകളും ഒന്നും കണ്ടിട്ട് നമ്മൾ വിഷമിച്ച് പോകേണ്ട ആവശ്യമില്ല. അക്കരെ കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞാൽ അക്കരെ കൊണ്ട് എത്തിക്കും. അപ്പോൾ നമ്മളെ മുക്കിക്കളയുക എന്നുള്ളത് പല വിഷയങ്ങൾ അതിൻ്റെ നടുവിലുണ്ടാകാം. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് കർത്താവ് നമ്മളെ കൊണ്ട് എത്തിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ ആമേന് നമുക്ക് കൈവിടാതിരിക്കാം. നമ്മളോടൊപ്പം നമ്മുടെ അരുമനാഥനുണ്ട്. ആകയാൽ ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഹാഗ്രമാക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം, അവിടുത്തെ നാമം അടിയനിലൂടെ മഹിമപ്പെടുവാൻ കർത്താവെ ഞാനിത് എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഈ സമയത്ത് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേനെ ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു മാധ്യമത്തിലൂടെ അനേകരെ സ്പർശിക്കാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. കുടുംബമായി കർത്താവ് തന്നെ മാനിക്കണമേ. അരോമ ടി വിയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന കർത്താവ്, എല്ലാ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കർത്താവെ, വിവിധ ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത, വഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ കരങ്ങളിൽ നിന്റെ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവം അവരുടെ മേലെ അവിടുത്തെ പ്രവൃത്തി അയക്കണമേ. ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും അവർ അനുഭവിക്കട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. അസമാധാനത്തിൻ്റെ പിടിയിൽ കഴിയുന്നവർക്ക് ദൈവിക സമാധാനം നൽകട്ടെ. ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ മദ്യപാനത്തിൻ്റെ പിടിയിലും മറ്റാസക്തികളിലും ഇരുന്നിട്ട് സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവിടുത്തെ സന്ദർശനം അയച്ചവരെ വിടിവിക്കണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, വാടക ഭവനങ്ങളിൽ കർത്താവെ, ആരോ ഒരു തുണയില്ലാതെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ പിതാവ് അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. ഇന്ന് ഈ സമയത്ത് ഞാൻ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്ന അധികാരത്തിൽ നിന്ന് ഞങ്ങൾ ദൈവദാസന്മാർ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക സ്വാതന്ത്ര്യം അവരുടെ മേൽ കടന്നു വരട്ടെ. കർത്താവെ, തുടർന്ന് ഈ പ്രവർത്തനങ്ങളെ മാനിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ പാസ്റ്റർ പോൾസൺ സ്റ്റീഫൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസരോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം വളരെ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട
പ്രയോജനപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com